ചിലരൊക്കെ പറയും എല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങാം, ആവിക്കാലം കഴിഞ്ഞിട്ട് തുടങ്ങാം, മഴക്കാലം കഴിഞ്ഞിട്ട് തുടങ്ങാം, നമ്മളിങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങാം, കൊറോണ വൈറസ് തീർന്നിട്ട് തുടങ്ങാം. ഒന്ന് പോകുമ്പം മറ്റൊന്ന് വരും. ഒന്നെങ്കിൽ മഹാപ്രളയം, അതല്ലെങ്കിൽ കോവിഡ്, അത് കഴിഞ്ഞ് ഒമിക്രോൺ, അത് കഴിഞ്ഞ് ഉക്രൈൻ, ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഒരു കാലമില്ല. എല്ലാറ്റിൻ്റെയും നടുവിൽ ആനന്ദിക്കാൻ പഠിക്കണം. ചില ആൾക്കാരുണ്ട് ജീവിതത്തിൽ എപ്പോഴും ദുഃഖം മാത്രം സൂക്ഷിക്കുന്നവരാ. ദുഃഖം മാത്രം. 10 കിൻഡിൽ കപ്പ പറിക്കാൻ കിട്ടുമ്പോഴും പണ്ട് കിട്ടാതെ പോയ കപ്പത്തടിനെ കുറിച്ച് കരയുന്ന മനുഷ്യരുണ്ട് ജീവിതത്തിൽ. ഇപ്പം നമുക്ക് സുഖവും ദുഃഖവും ഒപ്പത്തിനൊപ്പമാ. നമ്മുടെ എല്ലാ വീടുകളിലുമുണ്ട് 2 ആൽബങ്ങൾ. ഒന്ന് സന്തോഷത്തിൻ്റെ ആൽബം, 2 സങ്കടത്തിൻ്റെ ആൽബം. സന്തോഷത്തിൻ്റെ ആൽബം കുഞ്ഞിൻ്റെ ബാപ്റ്റിസം, ഹൗസ് വാമിങ്, മാര്യേജ്, ഫസ്റ്റ് കമ്മ്യൂണിയൻ. സന്തോഷത്തിൻ്റെ ആൽബങ്ങൾ ധാരാളം. അതിന് ഇടയിൽ ചിലപ്പോൾ ദുഃഖത്തിൻ്റെ ആൽബം. അമ്മയുടെ അപ്പൻ്റെ ശവമടക്ക്, അപ്പൻ്റെ അമ്മയുടെ ശവമടക്ക്, വണ്ടി അപകടത്തിൽ പരിക്ക് പറ്റി കാഷ്വാലിറ്റിയിൽ കിടന്നപ്പോൾ എടുത്ത ഫോട്ടോ, ആ ദുഃഖത്തിൻ്റെ ആൽബം. ചിലരെന്നും ഈ ദുഃഖത്തിൻ്റെ ആൽബത്തെ നോക്കി കരയുന്നവരുണ്ട്, സന്തോഷത്തിൻ്റെ ആൽബത്തെ നോക്കാത്തവരുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അതാണ് ജീവിതം പഠിപ്പിക്കുക. സന്തോഷത്തിൻ്റെ ആൽബത്തിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആൻറ്റി 50 വയസ്സ് പ്രായം വരും, 15 വയസ്സ് പ്രായമുള്ള മോനെയും കൊണ്ട് വന്നു. ഈ ആൻറ്റി ആണെങ്കിൽ കറുത്ത് കരിക്കട്ട പോലെ നിറം മങ്ങിയ ഒരു സഹോദരി, മുഖമൊക്കെ വീർപ്പിച്ച് പിടിച്ചിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? എൻ്റെ അച്ഛ എന്നാ പറ്റാനാ? കറുപ്പ് മഹാമോശം നിറവാണോ? ഞാൻ പറഞ്ഞു, കറുപ്പ് മോശം നിറമല്ല. കോഫി അന്നൻ കറമ്പനല്ലേ? അതെ. ആഫ്രിക്കക്കാർ കറമ്പരല്ലേ? അതെ. വെസ്റ്റ് ഇൻഡീസുകാരും കറമ്പരല്ലേ? അതെ. പക്ഷെ എൻ്റെ അച്ചോ, അവരുടെയൊക്കെ കറുപ്പ് അവർക്കൊരു മഹാഭാഗ്യം. പക്ഷെ എൻ്റെ കറുപ്പ് എനിക്കൊരു ശാപം. അതെന്താ? ജനിച്ച നാളുകളിൽ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പുള്ളിക്കാക്ക. സ്കൂളിൽ കുട്ടികളെ വിളിച്ചു കരിങ്കാക്ക. കെട്ടിയവൻ വിളിച്ചു മുതുകാക്ക. ഈ മോൻ വിളിച്ചു അമ്മക്കാക്ക. ഈ വിളി കേട്ട് മടുത്തു. ഞാൻ ചോദിച്ചു, നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചോടാ? അമ്മനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, അതെന്താ? അപ്പൻ വിളിക്കുന്ന കേട്ടേച്ച് ഞാനും വിളിച്ചതാ. ഞാൻ പറഞ്ഞു, നീ അമ്മയെ കാക്കയെന്ന് വിളിച്ചാൽ അമ്മയ്ക്ക് വേദന വരും, പത്തി തോറ്റുപോകും, ഗതി പിടിക്കുക ഓർത്തോണം. ഞാൻ കണ്ണുരുട്ടി അവനെ വിരട്ടി വിട്ടു. ഇവര് പോയി. പിന്നെ 5-6 മാസത്തേക്ക് ഇവർ വന്നില്ല. 6 മാസം കഴിഞ്ഞ് മധ്യവേനൽ അവധി കഴിഞ്ഞ് ഈ സ്ത്രീ ഈ മോനെയും കൊണ്ട് വന്നു. മുഖം പരമാവധി വീർത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, സഹോദരി, കാക്ക പിന്നെയും പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? ഇല്ല. ആരെങ്കിലും കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. ഈ മോൻ വിളിച്ചോ? ഇല്ല. അച്ഛൻ അവനോട് തന്നെ ചോദിക്കും. ഞാൻ ചോദിച്ചേടാ, നീ അമ്മ പിന്നെ കാക്കയെന്ന് വിളിച്ചോ? ഇല്ല. പിന്നെ അമ്മയുടെ സങ്കടം വിളിക്കുകയായിരുന്നു. അച്ഛനോട് വാക്ക് പറഞ്ഞതല്ലേ, പിന്നെ അമ്മയ്ക്ക് സങ്കടം. അച്ഛൻ അമ്മയോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞു, ഭർത്താവ് വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചില്ല, മോനും വിളിച്ചില്ല, പിന്നെ ഈ സങ്കടം എന്താ? അപ്പൊ സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛോ, ഇവനെന്നെ കാക്കയെന്നൊന്നും വിളിക്കണ്ട, ഇവൻ അരിശം വരുമ്പോൾ ഇവനെന്നെ ഇങ്ങനെ കാണിക്കും. ഇതാണ് പ്രശ്നം. ചിലപ്പം ജീവിതം ഇങ്ങനെ കാണിക്കുന്ന നോക്കി ജീവിതം വേസ്റ്റാക്കരുത്. എല്ലാറ്റിനും നടുവിൽ ആനന്ദിക്കാൻ പറ്റുമെന്നും ആനന്ദത്തിന്റെ ഒരു ജീവിതമുണ്ടെന്നും പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതയാത്രയിൽ നൊമ്പരപ്പെടാതെ തകരാതെ തളരാതെ ജീവിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ പാഠമുണ്ടെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. പുറയുള്ളവർക്ക് എൻ്റെ മുഖം കാണാൻ വേണ്ടി മാറ്റുന്നതാണ്. അപ്പം ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനത്തിന് നടുവിലും ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന, സന്തോഷിക്കുന്ന മനുഷ്യരാകാൻ ദൈവം വിളിച്ചു. യേശു തമ്പുരാൻ പരിശുദ്ധ മറിയത്തെ ഒരു വാക്ക് വിളിക്കുന്നുണ്ട്. അത് 2-ാം അധ്യായത്തിൽ കാനായിലും 19-ാം അധ്യായത്തിൽ കുരിശിലുമാണ്. പരസ്യജീവിതം ആരംഭം കാനാവിൽ, പരസ്യജീവിത അന്ത്യം കാൽവരി ക്രൂശിൽ. 2 ഭാഗത്തും മറിയത്തെ യേശു തമ്പുരാൻ വിളിച്ച വാക്ക് സ്ത്രീയെ. അമ്മ എന്ന് വിളിച്ചാൽ യേശുവിന്റെ അമ്മയായി ഒതുങ്ങും. മറിയമെന്ന് വിളിച്ചാൽ ഒരു കേവല നാമമായി ചുരുങ്ങും. സ്ത്രീയെ എന്ന് വിളിച്ചാൽ ആ വിളി പർദീസായിലോളം നീളുന്നതാണ്. പർദീസായി ദൈവം ആദത്തെയും ഹവ്വായെയുമല്ല സൃഷ്ടിച്ചത്, പിന്നെയോ പുരുഷനെയും സ്ത്രീയെയും. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഹവ്വ എന്ന പേര് വീണു. ആദ്യമേ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. പർദീസ വരെ നീളുന്ന ഒരു പേരാണ് സ്ത്രീയെ. സകല സ്ത്രീകളുടെയും മാതൃകയാണ് മറിയം. അവൾ അമ്മയാണ്, അവൾ കന്യകയാണ്,
അവൾ വിധവയാണ്, അവൾ ഭാര്യയാണ്, അവൾ സഹോദരിയാണ്. സമസ്ത സ്ത്രീവർഗത്തിന്റെയും പ്രതീകമായി നിൽക്കുന്നതുകൊണ്ട് മറിയത്തെ വിളിച്ചു സ്ത്രീയെ. ഈ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത നമ്മൾ യാചിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ. 8 നോമ്പെന്ന് പറഞ്ഞാൽ തന്നെ പെണ്ണുങ്ങളുടെ നോമ്പാണ്, ഇത് ആണുങ്ങളുടെ നോമ്പല്ല. ആദ്യകാലത്ത് ഇത് ആരംഭിക്കുന്നത് നല്ല പെമ്മക്കളെ കിട്ടാൻ വേണ്ടി അമ്മമാര് പ്രാർത്ഥിച്ചു തുടങ്ങി ഈ മാതാവിന്റെ ഈ ജന്മദിനത്തോട് ചേർന്ന്. പിന്നീട് ജീവിത വിശുദ്ധിക്ക് വേണ്ടി ഭാര്യമാര് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇപ്പൊ അമ്മമാര്, ഭാര്യമാര്, പെൺകുട്ടികള് ഭാവിയിൽ നല്ല ജീവിത പങ്കാളിയെ കിട്ടാനും വിശുദ്ധിയിൽ വളരാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും സ്ത്രീ പ്രാർത്ഥിച്ചു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് പുരുഷനും അതിലേക്ക് വരും. അങ്ങനെ ആണുങ്ങൾ വന്നു, കുടുംബമായിട്ട് വന്നു. ചുരുക്കി പറഞ്ഞ ആരംഭം പെണ്ണുങ്ങളുടെ നോമ്പായിട്ട് 8 നോമ്പ് ആരംഭിക്കുന്നു. ആ 8 നോയമ്പിൽ പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു സമൂഹമായി ഒരുമിച്ച് കൂടുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള ചില കൊച്ചു ചിന്തകൾ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. AD 314 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പൗരസ്ത്യ സഭാപിതാവായിരുന്നു വിശുദ്ധ എപ്രേം. വിശുദ്ധ പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ എപ്രേം പറയുന്നുണ്ട്, മാതാവിനെ വിളിച്ച വാക്ക് രണ്ടാമത്തെ ഹൗവ. ഒന്നാമത്തെ ഹൗവ ഏദനിലെ ഹൗവ. അവളുടെ പ്രത്യേകത എന്താ? ആരോടും ഒന്നും മിണ്ടാതെ കടന്നുപോയവൾ. ഹൗവ ആരോടും ഒന്നും മിണ്ടിയില്ല. കെട്ടിയവനോട് വർത്താനം പറഞ്ഞില്ല, കായനെ തിരുത്തിയില്ല, ആബേലിനോട് ഒന്നും മിണ്ടിയില്ല. ആകെപ്പാടെ മിണ്ടിയാൽ പിശാചിനോട് പഴം ഇപ്പൊ പറിക്കണോ പിന്നെ പറിക്കണോ, ആകെ അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഒന്നും മിണ്ടാത്ത ഒരു ഹൗവ, ആരോടും ഒന്നും മിണ്ടാതെ ഹൗവ കടന്നുപോയപ്പോൾ രണ്ടാമത്തെ ഹൗവയായ മറിയം 3 പേരോട് വർത്തമാനം പറഞ്ഞു. 1 ദൈവത്തോട്, 2 ദൈവദൂതനോട്, 3 ദൈവപുത്രനോട്. ഇതാണ് മറിയം. ഓരോ സ്ത്രീയും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എപ്പോഴും വേണം പെടലിൽ മൊബൈൽ ഫോണും വെച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം, എപ്പോഴും TV-യിൽ സീരിയലും കണ്ടുകൊണ്ടിരിക്കാം, എപ്പോൾ വേണമെങ്കിലും അയഞ്ഞ നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. അവിടെയാണ് കുടുംബത്തിൽ ഒരു സ്ത്രീയുടെ പങ്കെന്ന് പറയുമ്പോൾ അമ്മയുടെ ഈ റോള് ഓരോ അമ്മയ്ക്കും ഓരോ ഭാര്യയ്ക്കും മാതൃകയാണ്. ദൈവത്തോട് സംസാരിക്കുക, ദൈവപുത്രനോട് സംസാരിക്കുക, ദൈവദൂതനോട് സംസാരിക്കുക. അങ്ങനെ ഭവനത്തിൽ ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. നമുക്കറിയാം, COVID-19 കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി. കഴിഞ്ഞ 2 വർഷക്കാലങ്ങൾ, ഈ 2 വർഷക്കാലങ്ങളിൽ നമ്മുടെ വീട് പലതും പുത്തനായിട്ട് മാറി. എങ്ങനെയെല്ലാം മാറി, എങ്ങനെയെല്ലാം മാറ്റാൻ പറ്റിയെന്ന അമ്മയെന്ന രീതിയിൽ, ഭാര്യ എന്ന രീതിയിൽ ചിന്തിക്കുന്ന നല്ലതാണ്. അമ്മ എന്ന വാക്ക് മുറിച്ചെഴുതുമ്പോൾ ആ ആഹാരം മാതാവ്, ഇതാണ് അമ്മ. ആ ആഹാരം മാതാവ്. എന്ന വാക്കിൽ തുടങ്ങുന്നതെല്ലാം തന്നെ ഭക്ഷണമാണ്. അരി, അവൽ, അട, അപ്പം, അമ്മിഞ്ഞ, അരകല്ല്, ഇതെല്ലാം ആയിൽ തുടങ്ങുന്നതെല്ലാം ഭക്ഷണമാണ്. മാതാവ്, ആ ആഹാരം. മാതാവ്, ഒരു കൊച്ചു കുഞ്ഞ് ആദ്യം ആഹാരമാകുന്ന അമ്മയുടെ നെഞ്ചാണ്. അതാണ് അമ്മ കുഞ്ഞിക്കുഞ്ഞിനായി നെഞ്ചിൽ പാലാടി തീർത്തു പാടുന്ന പാട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് സിനിമയിലൊക്കെ ആയിട്ട്. ഇപ്പൊ അമ്മയെ തിന്നാണ് ഒരു കുഞ്ഞിന്റെ വളർച്ച, അമ്മയെ കുടിച്ചാണ് ഒരു കുഞ്ഞിന്റെ വളർച്ച. അപ്പോൾ ആ അമ്മയാണ് നിങ്ങൾ, ആ ഭാര്യയാണ് നിങ്ങൾ, ആ പദവിയിലാണ് നമ്മളായിരിക്കുക. അപ്പോൾ പരിശുദ്ധ അമ്മ ഈ കഴിഞ്ഞ COVID-19 കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാതാവിന് ചേർന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടേത് എന്നുകൂടി ഇന്ന് ചിന്തിക്കണം. നമുക്കറിയാം, കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ വീട് പല ടൈപ്പായി. 1, വീട് ഒരു പ്രാർത്ഥനാലയമായി മാറി. നമ്മുടെ എല്ലാവരുടെയും കുടുംബം ദേവാലയമായി മാറി. 1,00,000 പള്ളികൾ അടച്ചപ്പോൾ 1 കോടി വീടുകൾ പള്ളികളായി. 1000 പള്ളികൾ പൂട്ടിയപ്പോൾ 1000 വീടുകൾ ദേവാലയങ്ങളായി. ഇപ്പം കുടുംബം ഒരു ദേവാലയമായി. ഒരുമിച്ചിരുന്ന് സഭയുടെ വിശുദ്ധ കുർബാന, ഒന്നിച്ചിരുന്ന് ബൈബിൾ കൺവെൻഷനുകൾ, ഒന്നിച്ചിരുന്ന് പരിശുദ്ധ ആരാധനകൾ, ഒന്നിച്ചിരുന്ന് ബൈബിൾ കൺവെൻഷന്, ബൈബിൾ ക്വിസുകൾ, എല്ലാത്തിനും വീട് ഒരു ദേവാലയമായി മാറി. വീട് പ്രാർത്ഥനാന്തരീക്ഷമായി മാറി. ആ വീട്ടിൽ ആരാണ് നയിച്ചത് പ്രാർത്ഥന? അമ്മ. ഒരു അമ്മ. അമ്മയ്ക്ക് പ്രാർത്ഥനയുണ്ടോ? കെട്ടിയവൻ അറിയാതെ പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് പ്രാർത്ഥനയുണ്ടോ? കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥനാ മോഡലായിട്ട് കുടുംബങ്ങളെ മാറ്റാൻ നമുക്ക് ദൈവം തന്ന 2 വർഷങ്ങളായിരുന്നു കഴിഞ്ഞ 2 വർഷം കൊറോണ വൈറസ് COVID-19. കാരണം ഒരമ്മയ്ക്ക് പ്രാർത്ഥനയുണ്ടെങ്കിലേ കുടുംബത്തിൽ പ്രാർത്ഥന പടരൂ.
പ്രാർത്ഥിക്കുന്ന അമ്മയാണെങ്കിൽ ഭർത്താവിൽ മാറ്റം വരൂ, കുഞ്ഞുങ്ങളിൽ മാറ്റം വരൂ. ലോകത്ത് എന്തെല്ലാം സാമർഥ്യമുണ്ടെങ്കിലും എത്ര സ്വാധീനമുണ്ടെങ്കിലും പ്രാർത്ഥനാന്തരീക്ഷം കുടുംബത്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യ ടി വിയിൽ സീരിയൽ കാണാൻ വരുന്നത് വടക്കം വീരഗാഥയിലെ പോലെ തലക്കിട്ടവൽ കയറ്റി കൊടുത്ത് സോപ്പ് പതച്ച് ദേഹവും നനച്ച് ഒറ്റ ഇരിപ്പ. ഞാൻ ചോദിച്ചു, അതെന്താ? എൻ്റെ അച്ഛോ, പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയില്ല. ചില സ്ത്രീകളെ കാണാം, വൈകിട്ട് 5:30 കുളിച്ച് തോർത്തി നല്ല നൈറ്റി ഇട്ട് കാച്ചിക്ക പിടിയതുപോലെ മുടി പൊക്കി കെട്ടി അതിൽ ഞണ്ട്, തേള്, പഴുതാര, ആമ, കൊടക്കമ്പി, ഇരുമ്പ് കമ്പി, പൂള, ആപ്പ് ഇതും കുത്തി കയറ്റി നെഞ്ചിനുരുകെ ഒരു ടർക്കിട്ടോട്ട് ഒറ്റ ഇരിപ്പ. കാരണം 6 മണി മുതൽ ഒരുപാട് സീരിയൽ കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഈയിടെ ഞാൻ വരുന്നപ്പോൾ ഉടുവൂരിൽ നിന്ന് പാലാ ഉഴവൂർ, ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ അയൽവക്കത്തുള്ള ഒരു ആൻറ്റി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയൽപക്കത്തെ 50 കുഞ്ഞുങ്ങൾക്ക് ലഡു വിതരണം ചെയ്തു. ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. പിന്നെ ലഡു. സീരിയലിൽ 1 വർഷമായി ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു. അതിൻ്റെ സന്തോഷത്തിന് ആൻറ്റിയുടെ ലഡു നാട്ടുകാർക്ക് കൊടുക്കുക. അപ്പം നമ്മുടെ വീട് ഒരു പ്രാർത്ഥനാന്തരീക്ഷമാക്കാൻ പഠിപ്പിച്ചു. കൊറോണ വൈറസ് പഠിപ്പിച്ചു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നയിക്കാനുള്ള റോള് ഒരമ്മയെ ഏൽപ്പിച്ചു, ഒരു ഭാര്യയെ ഏൽപ്പിച്ചു. പ്രാർത്ഥിക്കുന്ന അമ്മയുണ്ടോ, പ്രാർത്ഥിക്കുന്ന ഭാര്യയുണ്ടോ, ഏത് കാറ്റും കോളും വന്നാലും കുടുംബം ഒലയാതെ തകരാതെ നിൽക്കും. ഇപ്പം വീട് ഒരു ദേവാലയമാണെന്ന് പഠിപ്പിച്ചു. 2, വീട് ഒരു വിദ്യാലയമായി. കഴിഞ്ഞ 2 വർഷക്കാലങ്ങളിൽ വീട് വിദ്യാലയമായി. വീട് ഒരു സർവകലാശാല, വീട് യൂണിവേഴ്സിറ്റി. കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്നപ്പോൾ 2 ഡിക്ഷണറി നോക്കി കുഞ്ഞുങ്ങൾ അർത്ഥവും സ്പെല്ലിങ്ങും പഠിച്ചു. മക്കൾ കുടുംബത്തിൽ കണ്ടുപഠിച്ച 2 ഡിക്ഷണറികൾ. 1 അപ്പൻ എന്ന ഡിക്ഷണറി, 2 അമ്മ എന്ന ഡിക്ഷണറി. അപ്പൻ എന്ന ഡിക്ഷണറിയെ നോക്കിയിട്ട് ഗൗരവം, ചിട്ട, സമ്പത്തിന്റെ വിനിമയം, ടൈം ടേബിൾ, കാര്യങ്ങളുടെ ഗൗരവ ചിട്ട, ഇതിന്റെ അർത്ഥവും സ്പെല്ലിങ്ങും മക്കൾ അപ്പനെ നോക്കി പഠിച്ചു. അതേസമയത്ത് കുഞ്ഞുങ്ങൾ അമ്മയെ നോക്കി പഠിച്ചു. സ്നേഹം, കരുണ, വാത്സല്യം, ആർദ്രത, അലിവ്, പ്രാർത്ഥന, ദൈവിക ചൈതന്യം. ഇതിന്റെ സ്പെല്ലിങ്ങുകൾ മക്കളെ നോക്കി, അപ്പനെ നോക്കിയല്ല, അമ്മയെ നോക്കിയാണ് പഠിച്ചത്. കാരണം അമ്മ മുലപ്പാലിനൊപ്പം കുഞ്ഞുങ്ങൾ മൂല്യങ്ങൾ കൊടുക്കുന്നവരുമാണ്. മുലപ്പാലിനൊപ്പം മൂല്യങ്ങൾ കൊടുക്കുന്നവരാ. കാരണം അമ്മയുടെ വലിയൊരു റോള് കുഞ്ഞുങ്ങളെ മുലപ്പാൽ കുടിപ്പിച്ച് വളർത്തി എന്നുള്ളതാണ്. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, 49-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. മുലപ്പാലിന്റെ കൂട്ടത്തിൽ സഭയുടെ പാരമ്പര്യങ്ങളും പ്രാർത്ഥനകളും പങ്കുവച്ചവളാണ് ഒരമ്മ. ഇന്ന് ഈ വചനമൊന്നും നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റുമല്ല. കാരണം ഇന്ന് കുഞ്ഞുങ്ങളെ മുലപ്പാല് കുടിപ്പിക്കുന്ന അമ്മമാരുടെ എണ്ണം, പുതിയ പെണ്ണുങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പണ്ട് സാറ ഇസഹാക്കിനെ 3.5 വയസ്സ് വരെ മുലയൂട്ടി, അത് കഴിഞ്ഞ് വലിയ ആഘോഷം നടത്തി. ഇന്ന് നമ്മുടെ കരിപ്പാട്, ചപ്പാട്, കായംകുളം ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഏഷ്യയ്ക്ക് ഇതുവല്ലതും പറയാൻ പറ്റുമോ? ഇന്ന് 3 മാസം പ്രായമായ കുഞ്ഞിന്റെ വായിൽ 4 ഇഞ്ച് വണ്ണമുള്ള വായിൽ 5 ഇഞ്ച് വണ്ണമുള്ള തമരുകമ്പി നിപ്പിളുകുപ്പി കുത്തിക്കയറ്റുന്ന കാലമാണ്. എരുമപ്പാലും ആട്ടുംപാലും പശുവും പാലും നറക കയറ്റിയിട്ട് കുഞ്ഞിനെ തൊണ്ണയെ കുത്തിക്കയറ്റിയിട്ട് പറയും, ഞൊട്ടി ഞൊണയടാ കുഞ്ഞിരാമ, ആഞ്ഞു വലിക്കടാ കൊച്ചുരാമ. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നാൽ ശരീരത്തിന് ഷേപ്പ് പോകും. കുഞ്ഞുങ്ങൾ കിടക്കുന്ന കിടപ്പിൽ കയ്യും കാലും അടിച്ചുകൊണ്ട് പറയാ, വളർന്നു വരട്ടടി, 20 വയസ്സാകട്ടെ, എന്നിട്ട് ഷേപ്പ് ഞാൻ മൊത്തം മാറ്റിക്കോളാം. ചില മക്കളും മറ്റും വളർന്നു വരുമ്പം അമ്മയെന്ന് വിളിക്കുകയല്ല, മേ. കാരണം ആട്ടുംപാലാ കുടിച്ചു വളർന്നു, അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് പറയുക, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുമ്പോൾ അതിനൊപ്പം കുഞ്ഞുങ്ങളെ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യങ്ങളും ആരാധനാരീതികളും സംസ്കാരങ്ങളും പകർന്നു കൊടുക്കണം. ആ ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. ഇപ്പം വീട് ഒരു വിദ്യാലയമായിട്ട് മാറി. അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിലല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ? ഇല്ല, കൊടുക്കാൻ പറ്റുമോ? 7 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയും, യൂണിവേഴ്സിറ്റി. അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി സാറ് കിള്ളി കിടിക്കി നുള്ളി അടിച്ചു. അവൻ പിന്നെ അലറിക്കോട് പറഞ്ഞു യൂണിവേഴ്സിറ്റി. ഇവൻ അപ്പനോട് പറഞ്ഞു, സാറ് എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എന്ന് പറയിപ്പിക്കണം. ചെവിയിൽ വെടിവെക്കുന്ന പോലെ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യൂണിവേഴ്സിറ്റി പറഞ്ഞ് പതിപ്പിക്കണം. അപ്പം പറഞ്ഞു, സാറേ അവനെ നിർബന്ധിക്കേണ്ട,
അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അല്ല അവൻ ഇമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റൂ. അപ്പം എങ്ങനെയാണോ അമ്മ അപ്പൻ ആ ടൈപ്പ് മക്കളെന്ന്. വീട് ഒരു വിദ്യാലയമാകുന്നു. വീട് വിദ്യാലയം. അപ്പനെ കണ്ട് അമ്മയെ കണ്ട് പഠിക്കണം, പ്രത്യേകിച്ച് അമ്മയെ കണ്ട് പഠിക്കണം. നമുക്കറിയാം അമ്മയ്ക്ക് നല്ല റോളാണ് കുടുംബത്തിൽ. കാരണം എല്ലാവരും അമ്മയെ ചുറ്റിപ്പറ്റി വരും. ചിന്തിച്ച് നോക്കിക്കേ, പൂച്ച കാട്ടിലൂടെ യാത്ര ചെയ്യുക. പൂച്ച ഇങ്ങനെ യാത്ര ചെയ്യും. പൂച്ച ഓർത്തു ഏറ്റവും ശക്തിയുള്ള ജീവി ഏത് എന്നോ പറഞ്ഞ ഒരു സിംഹം. ഒരു സിംഹം അങ്ങനെ നിൽക്കുന്നു. പൂച്ച സിംഹത്തോട് കൂട്ടുകൂടി ഉരുമി നടക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞൊരു വലിയ ഒറ്റയാൻ കൊമ്പനാന വന്നു. സിംഹത്തെ നോക്കി കൊമ്പനാനും ചീറ്റിക്കൊണ്ട് തുമ്പിക്കെ ചുറ്റിക്കുകയും ഈ സിംഹം ഒറ്റ ഓട്ടം. പൂച്ചയ്ക്ക് മനസ്സിലായി സിംഹത്തേക്കാൾ ശക്തൻ ഈ കൊമ്പനാനയാണ്. ആനയുടെ കൂടെ നടന്നു. കുറേ നടന്നപ്പോൾ ഈ ഒരു ആനക്കാരൻ പാപ്പാൻ ഒരു കുഞ്ഞു തോട്ടിക്കൊണ്ട് ഈ ആനയെ ഇങ്ങനെ മേയിക്കുന്നു. പൂച്ചയ്ക്ക് മനസ്സിലായി ആനയേക്കാൾ ശക്തൻ മേയിക്കുന്ന പാപ്പാന. പാപ്പാനെ മുട്ടി ഉരുമിന്നു. അവസാനം വീട്ടിൽ കയറുന്നപ്പം പെപ്പറിനോട് ചോദിച്ചു, താൻ എവിടെ ആയിരുന്നല്ലോ, ഇപ്പോഴാണോ വരുന്നത്? എന്നാ ഒരു മനുഷ്യനാ? ഇവൻ ചുരുളിങ്ങനെ നിന്നു. പൂച്ചയ്ക്ക് മനസ്സിലായി ഇതിനേക്കാൾ ശക്തൻ ഈ വീട്ടിലെ പെമ്പറിനോത്തിയ. അന്ന് മുതൽ പൂച്ച എപ്പോഴും പെണ്ണുങ്ങളെ ഒരുമിക്കാണ്ട് നടക്കുകയുള്ളൂ, അടുക്കളയിലും പരിക്കാവുന്നതൊക്കെ. അപ്പം നമ്മുടെ ബന്ധങ്ങളും രീതികളും നമ്മുടെ ഇടപെടലുകളും രീതികളും ഇപ്പം കുടുംബം ഒരു വിദ്യാലയം, റോൾ മോഡലായിട്ട് മാറുന്നു. ദേവാലയം, വിദ്യാലയം. 3, വീട് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു ഭവനമായിട്ട് മാറി കഴിഞ്ഞ വർഷങ്ങളിൽ. നേരത്തെ ഭർത്താവിനെ കേൾക്കാൻ പെണ്ണുങ്ങൾക്ക് സമയമില്ലായിരുന്നു, ഭാര്യയെ കേൾക്കാൻ ഭർത്താവിന് സമയമില്ല, കുഞ്ഞുങ്ങളെ കേൾക്കാൻ അമ്മമാർക്ക് സമയമില്ല. കോവിഡ്-19 കാലഘട്ടം വരെ ഓരോ അമ്മയും ചിറകില്ലാത്ത പെടക്കോഴിയായിരുന്നു. ചിറകിന് കീഴിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നതിന് പകരം ചിറകില്ലാത്ത പെടക്കോഴികൾ ഓടിയോടി നടന്നു. ഒന്നിനും സമയമില്ല. കൊറോണ വൈറസ് വന്നപ്പോൾ മക്കളെ കേൾക്കാൻ അമ്മയ്ക്ക് സമയമുണ്ടായി, ഭർത്താവിനെ കേൾക്കാൻ ഭാര്യയ്ക്ക് സമയമുണ്ടായി. ഒരു സ്ത്രീ കോവിഡ്-19 കാലഘട്ടത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കുക. ഇപ്പം സ്നേഹിത ഫോൺ വിളിച്ച് ചോദിച്ചു, എന്നാർക്കും അടിയനി ഭക്ഷണം ഉണ്ടാക്കും, തുണി അലക്കും, പിന്നെ ഉള്ള സമയം എൻ്റെ കെട്ടിയവനോട് വർത്താനം പറയും, മക്കളോടും വർത്താനം പറയും. 22 വർഷം കൂടി ഇങ്ങനെ സമയം കിട്ടുന്നത്. അയൽക്കാരി ചോദിച്ചു, എങ്ങനെയുണ്ടേ നിന്റെ കെട്ടിയവൻ? എൻ്റെ ഏടി പാവമാണെന്നാണ് തോന്നുന്നത്, മനസ്സിലാക്കാൻ 4 നൂറ്റാണ്ട് വേണ്ടി വന്നു, സമയമില്ല. ഒരു മനുഷ്യൻ ഇതിനു മുമ്പ് വളരെ ബിസിയായിട്ട് വീട്ടിലേക്ക് പോരുക, ഫോൺ വിളിച്ച് ഓഫീസിൽ നിന്ന് നടന്നു വന്നു, വീട്ടിലിരിക്കുന്ന സ്റ്റേറ്റിൽ കയറി വീടിൻ്റെ വാതിൽക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. കുടുംബനാഥ അകത്തിരുന്ന് TV സീരിയൽ കാണുക. അപ്പോൾ തിരിഞ്ഞ് നോക്കി വന്നുകൊണ്ട് ഇയാളുടെ മുഖത്ത് നോക്കാതെ ഡോറ് തുറന്നു. ചായ അനത്താൻ പോയി. ഇയാൾ സോഫയിലിരുന്ന് ഫോണും വിളിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് വിളിച്ച് ചായ എനിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അവൾ ഞെട്ടിപ്പോയി. അയൽവക്കത്തെ മനുഷ്യനാ പരിക്കകത്ത് കയറിയിരിക്കുന്നു. ഇവൻ നോക്കുമ്പോൾ അങ്ങേട്ടിലെ വെമ്പർനോത്തിയാ ചായ അനത്തിക്ക് ഇവിടെ നിൽക്കുന്നത്. ആർക്കും സമയമില്ലായിരുന്നു. ഇപ്പം സമയമായി. മക്കളെ കേൾക്കാൻ സമയം, ഭർത്താവിനെ കേൾക്കാൻ സമയം. ഒരു സ്ത്രീ ഭർത്താവിനെ കേൾക്കണം, ഒരു സ്ത്രീ കുഞ്ഞുങ്ങളെ കേൾക്കണം. പക്ഷെ ആണുങ്ങൾക്ക് അത്രയും പറ്റുകയല്ല. പക്ഷെ കുടുംബം മെച്ചപ്പെടണം, ശ്രദ്ധിക്കണം. മക്കളുടെ മുഖഭാവം മാറുമ്പോഴേ ശ്രദ്ധിക്കണം. എങ്ങനെയാ? ഇപ്പം നമ്മൾ തന്നെ കുഞ്ഞുങ്ങൾ ഇന്ന് കൊച്ചു കുട്ടികളെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഒരുപാട് കളിപ്പിക്കുന്ന പിള്ളേരാണ്. ഒത്തിരി കേസുകൾ അച്ഛൻ തന്നെ ഇടപെടുന്നുണ്ട്. കുടുംബ കോടതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ. കളിപ്പിക്കുന്ന പിള്ളേരിന്ന് വർദ്ധിച്ചു വരും. ചുമ്മാ സ്വന്തം മക്കളാണെന്ന് നിങ്ങളുടെ മക്കളെ വിശ്വസിക്കരുത്. പുറത്ത് മറ്റൊരു സ്വഭാവമുണ്ട് ഈ പല കുഞ്ഞുങ്ങൾക്കും. അതുകൊണ്ടാണ് പറയുക, അറിവുള്ള അമ്മ പുതിയ ടെലിഫോൺ ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് കയറ്റണം. നിങ്ങളുടെ മക്കൾ ഫോണിൽ എന്തെല്ലാം കാണുമോ അത് അമ്മയ്ക്ക് അമ്മയുടെ ഫോണിൽ കാണാം. കുഞ്ഞുങ്ങൾ എന്തെല്ലാം കാണുമോ അപ്പൻ്റെ ഫോണിൽ കാണാം. ആ സിസ്റ്റം ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. കാരണം വൃത്തികെട്ട കൂട്ടുകെട്ടുകൾ, ദുഷിച്ച ബന്ധങ്ങൾ, മോശമായ പ്രവൃത്തികളൊക്കെ ഇന്ന് പുതിയ തലമുറയിൽ വളർന്നു വരുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിൾ പേരൻറ്റ്ഹുഡിൻ്റെ ഭാഗമാണ്. ശ്രദ്ധിക്കണം. ഒരു ചിട്ട വേണം. ഒരു അതിഥിയിലേയും മരിക്കണം. എത്ര മക്കളാണേലും എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും. ഈ ഒരു പിതാവ് സൂചിപ്പിച്ചില്ലേ ഒരു ചെറുക്കനെ കൊണ്ട് അമ്മ വന്ന കാര്യം. ഇതുപോലെ 100 സംഭവങ്ങൾ. ഇപ്പം ഇവിടെ വീട് ഒരു ശ്രദ്ധിച്ച് കേൾക്കണം, വെറുതെ കേട്ടുകൊണ്ടിരിക്കണം. കാരണം പെൺപിള്ളേർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അമ്മയത് കേട്ടുകൊണ്ടിരിക്കണം. മനഃപൂർവ്വം ചോദിക്കണം. മുഖത്തൊരു വാട്ടമുണ്ടല്ലോ, ഭർത്താവിന് മുഖത്തൊരു പ്രയാസം വരുമ്പം എന്ത് പറ്റിയ മനുഷ്യ ചോദിക്കണം. ആ സമയത്ത് കുത്തുവാക്ക് പറയില്ല. ആഹാ, ദൈവം നീതിമാനാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കെട്ടി പല നാളുകൾ എനിക്കിട്ട് തന്നതല്ലേ കുത്തിയിരുന്ന് അനുഭവിക്കുള്ളൂ. ആ രീതി പറയല്ലേ. നമുക്ക് വീടൊന്നേ ഉള്ളൂ. ആ വീട് നമുക്ക് സ്വർഗമാക്കാനും പറ്റും, നരകമാക്കാനും പറ്റും. വീട് സ്വർഗമാക്കാം, വീട് നരകമാക്കാം. രണ്ടിലും പ്രധാന റോള് അമ്മയുടേതാണ്, ഭാര്യയുടേതാണ്.
സ്വർഗമാക്കാനും നരകമാക്കാനും പറ്റും. ഒരു മത്തായി ചേട്ടനും ഭാര്യ മറിയാമ്മയും. മത്തായി നല്ലയാളാ, പക്ഷെ കള്ളു കുടിച്ചാൽ പിന്നെ പരമചേറ്റയാ. ഭാര്യയ്ക്കിട്ടടിക്കും, മക്കൾക്കിട്ടടിക്കും, പാത്രം ഉടയ്ക്കും, എല്ലാം തോന്നിയ പോലെ ചെയ്യും. 75-ാം വയസ്സിൽ മാരകമായ രോഗം പിടിച്ച് മത്തായി ചേട്ടൻ മരിച്ചുപോയി. സ്വർഗത്തിൽ കയറ്റാൻ പുണ്യവുമില്ല, നരകത്തിൽ കയറ്റാൻ പാപവുമില്ല. നടുക്കൊരു സ്ഥലത്ത് കുറേ നാൾ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുക. 20 വർഷം കഴിഞ്ഞ് മറിയാമ്മ ചേട്ടത്തി മരിച്ചിരുന്നു. ചെന്നപ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരൻ പറഞ്ഞു, മറിയാമ്മ ഭൂമിയിൽ ഒരുപാട് സഹിച്ചതുകൊണ്ട് ഇന്ന് തന്നെ സ്വർഗത്തിൽ കയറാം. പക്ഷെ മത്തായി 20 വർഷമായിട്ട് കയറിയിട്ടേ ഇല്ല. അപ്പം മറിയാമ്മ കയറാൻ വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു, ഒരു പരീക്ഷയുണ്ട്, പരീക്ഷ ജയിച്ചാലേ കയറ്റുള്ളൂ. എന്താ പരീക്ഷ? വാക്കിന്റെ സ്പെല്ലിങ് ചോദിക്കും. തെറ്റാതെ സംശയിക്കാതെ പറഞ്ഞാൽ കയറ്റും. തെറ്റിയാൽ കയറ്റിയല്ല, സംശയിച്ചാൽ കയറ്റിയല്ല, ആവർത്തിച്ചാൽ കയറ്റിയല്ല. ചോദിക്കാൻ പറഞ്ഞു. ലവ്, മറിയാമ്മ ഈസിയല്ലേ, LOVE ലവ്. സ്വർഗത്തിൽ കയറി. കയറിയപ്പം പറഞ്ഞു, ഇനി അടുത്ത 3 മണിക്കൂറിൽ സ്വർഗത്തിൽ കയറാൻ ആര് വന്നാലും സ്പെല്ലിങ് ചോദിക്കണം. സംശയിച്ചാൽ കയറ്റരുത്, തെറ്റിയാൽ കയറ്റരുത്, അറിയത്തില്ല കയറ്റരുത്. ചോദിക്കാനുള്ള വാക്കും പറഞ്ഞു. പ്രൈസ്, ഫെയ്ത്ത്, ഗ്ലോറി, ആമേൻ, ഹല്ലേലൂയ, ജീസസ്, കുറേ വാക്കും പറഞ്ഞു. കൂട്ടുകാരി ലില്ലിക്കുട്ടി വന്നു. എന്നതാടി ജീസസിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു കയറ്റി വിട്ടു. ഗ്രേസിക്കുട്ടി വന്നു, പ്രൈസിന്റെ സ്പെല്ലിംഗ്. അപ്പോൾ കെട്ടിയവന്റെ ഊഴം, അന്നാണ് കെട്ടിയവന്റെ സ്വർഗപ്രവേശം. അയാൾ കുനിഞ്ഞു കുനിഞ്ഞു വരിക. ഭാര്യയൊത്ത് ഭൂമിയിൽ എനിക്കിട്ട് പണി തന്നവന് ഇന്നൊരു പണി കൊടുതിൽ തന്നെ കാര്യം. ഇയാൾ ചോദിച്ചു, ഓ ഹണി, നീയാണോ ഗേറ്റ് കീപ്പർ? അതെ സ്വീറ്റ് ഹാർട്ട്, ഞാൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് കയറ്റുമോ? പറ്റിയല്ല, പരീക്ഷയുണ്ട്, പാസ്സാകണം. സ്പെല്ലിങ് ചോദിക്കും, തെറ്റാതെ പറഞ്ഞാൽ കയറ്റും, സംശയിച്ചാൽ കയറ്റിയല്ല, തെറ്റിച്ചാൽ കയറ്റില്ല, അറിയത്തില്ല കയറ്റിയല്ല. ചോദിക്കടി, ചാൻസ് ഒന്നേ ഉള്ളൂ, നീ ചോദിക്കടി എന്ന് പറഞ്ഞു. പിന്നെ പിണക്കമൊന്നും തോന്നിയേക്കല്ല, ചോദിക്കാനല്ലേ പറഞ്ഞു. അവൾ പറയും, ശരി, ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിങ് പറയാമോ? അതോടെ അവൻ എന്നേക്കുമായി ഔട്ടായെന്ന്. ഭൂമിയിലെ സ്വർഗമാണ് നിത്യതയുടെ സ്വർഗം, ഭൂമിയിലെ നരകമാണ് നിത്യതയുടെ നരകം. ഇപ്പം വീട് എങ്ങനെയാ? സ്വർഗമാക്കാൻ ഒരു ഭാര്യയ്ക്ക് പറ്റും, നരകമാക്കാനും ഒരു ഭാര്യയ്ക്ക് പറ്റും. അതുകൊണ്ടാണ് പറയുക, വീട് ഒരു കാനാൻ ദേശമാകണം. വീട് ഒരു കാനാൻ ദേശം. കാനാൻ ദേശത്ത് 2 അനുഭവങ്ങൾ, ഒന്ന് തേന്, 2 പാല്. ഇത് രണ്ടും കുഴിമുതി കൊടുക്കണം. പാലനുഭവവും തേനനുഭവവും. എന്താണ് പാല്? നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതെല്ലാം പാല്. ഉടുക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, ആരോഗ്യത്തിന് മരുന്ന്, ഇതെല്ലാം പാൽ അനുഭവമാണ്. ദൈവകൃപയാൽ നമുക്ക് ഈ നിലനിൽപ്പിന്റെ പാൽ അനുഭവങ്ങൾക്ക് വലിയ കുറവില്ല. പക്ഷെ ഇല്ലാതെ പോകുന്നത് തേൻ അനുഭവമാണ്. പെൺപിള്ളാർ വീട് വിട്ട് ഓടുമ്പോൾ അന്വേഷിക്കുമ്പം കാണാം ആ വീട്ടിൽ തേൻ അനുഭവമില്ല. ആത്മഹത്യ നടക്കുന്ന കുടുംബങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയാം തേൻ അനുഭവമില്ല. എന്താ തേൻ? മനസ്സ് മുറിയുമ്പോൾ കൂടെ ഇരുന്ന് ആശ്വാസത്തിന്റെ വാക്ക് പറയണം. മനസ്സ് മുറിയുമ്പോൾ കൂടെ ഇരുന്ന് ആശ്വാസത്തിന്റെ വാക്ക് പറയണം. പ്രധാനമായിട്ടും ഒരമ്മ. ഭർത്താവ് തളർന്നു പാടുമ്പോൾ സാരമില്ല മനുഷ്യ, കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെടേണ്ട. മക്കള് പക്ഷിക്കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം. പപ്പും തൂവിലും മുളയ്ക്കുമ്പം പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും. നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറയുമ്പോൾ അത് തേനനുഭവം. നമ്മൾ തുറമുഖം, മക്കള് കപ്പൽ. കപ്പല് പോകും, തുറമുഖം നിൽക്കും എന്ന് ഒരു ഭാര്യ പറയുമ്പോൾ അത് തേനനുഭവമാണ്. വൈകാരിക മുറിവുകളിൽ സ്വാന്തനത്തിന്റെ തൈലം പുരട്ടുന്ന, സ്നേഹം പുരട്ടുന്ന അമ്മയായി ഭാര്യയായി ജീവിക്കുമ്പോൾ ആ വീട് ഒരു കാനാൻ ദേശമായി മാറും. ഇന്നിത്രയും ഒരു വലിയ സമൂഹം ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളൊക്കെ ഓരോ വീട്ടിൽ നിന്ന് വന്നവരാ. അപ്പം ഒന്ന് ഓർത്താൽ മതി, എൻ്റെ വീട് ബാബേൽ ഗോപുരമാണോ അതോ സെയ്യോൻ മാളികയാണോ? ബൈബിളിലെ 2 പ്രതീകങ്ങൾ. ഒന്ന് ബാബേൽ ഗോപുരം, ഉൽപ്പത്തി 11. 2 സെഹിയോൻ മാളിക, അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം. ബാബേൽ ഗോപുരത്തിൽ പറ്റിയ ഒരപകടം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിക്കാതെ, പ്രാർത്ഥനയില്ലാതെ, സ്വത്തുകൊണ്ടും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഒരു സൗധം പണിതു. അങ്ങനെ പണിതപ്പോൾ ഭാഷ ചതറിപ്പോയി. കമ്പി എന്ന് പറയുമ്പം കല്ല്, കല്ലെന്ന് പറയുമ്പം മണ്ണ്, മണ്ണെന്ന് പറയുമ്പം വെള്ളം, വെള്ളമെന്ന് പറയുമ്പം കട്ട, ഭാഷ ചതറിപ്പോയി. ഒരുപക്ഷെ ഹരിപ്പാടും പ്രദേശത്തുമൊക്കെയുള്ള നമ്മുടെ വീടുകൾ 1-ാം തരം കെട്ടിടങ്ങളാണ്. പക്ഷെ അകത്ത് ബാബേൽ ഗോപുരമാണ്. 65 വയസ്സുള്ള അമ്മായിയമ്മ പറഞ്ഞത് 30 വയസ്സുള്ള മരുമകൾക്ക് സുഖിക്കുന്നില്ല. 30 വയസ്സുള്ള മരുമകൾ പറഞ്ഞത് 60-കാരി അമ്മയ്ക്ക് ദഹിക്കുന്നില്ല. ഭർത്താവ് എന്നാ പറഞ്ഞാലും ഭാര്യയ്ക്ക് അരിശം.
ഭാര്യ എന്നാ പറഞ്ഞാലും ഭർത്താവിന് കോപം, മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും മക്കൾക്ക് പൊട്ടിത്തെറി, ക്ഷിപ്രകോപം. അതാണ് ബാബേൽ ഗോപുരം. ഭാഷ ചെതറിപ്പോയ ബാബേൽ ഗോപുരമാണോ നമ്മുടെ വീട്? അതിമനോഹരമായൊരു മാർബിൾ സൗധം ആഗ്രയിലുണ്ട്, താജ്മഹൽ. വെണ്ണക്കൽ സൗധമായ താജ്മഹൽ വിശ്വപ്രേമത്തിന്റെ പ്രതീകമായി ഷാജഹാൻ ചക്രവർത്തി പ്രാണപ്രേയസി മുംതാസിന് പണിത ശാശ്വത സ്മാരകം. ആ സ്മാരകത്തെക്കുറിച്ച് ടാഗോർ കുറിച്ചു വെച്ചു, കാലത്തിന്റെ കവിളിലെ കണ്ണുനീർ തുള്ളി. ഇതിനകത്ത് കയറുമ്പോൾ, താജ്മഹലിനകത്ത് കയറുമ്പോൾ രണ്ട് ഉണങ്ങിയ ശവം, ഷാജഹാന്റെയും മുംതാസിന്റെയും ശവം. നിങ്ങൾ ഇവിടുത്തെ വീടുകൾ, മുഴുത്ത കെട്ടിടം, ഇരുനില, പലനില, ബഹുനില എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ മുറിയുണ്ട്, വിദേശ പണമുണ്ട്, സമ്പത്തിന്റെ വരുമാനമുണ്ട്. പക്ഷെ വെറും താജ്മഹലാണോ? അകത്തുണങ്ങിയ രണ്ട് ശവങ്ങൾ, മിണ്ടാത്ത കെട്ടിയവനും ഉണങ്ങിയിരിക്കുന്ന ഭാര്യയും. മക്കൾ, മാതാപിതാക്കൾ സംസാരമില്ല, നാത്തുമാരും സംസാരമില്ല. പ്രേതങ്ങൾ വസിക്കുന്ന കെട്ടിടങ്ങളാണോ നിങ്ങളുടെ വീട്, എൻ്റെ വീട്? എങ്കിലത് ബാബേൽ ഗോപുരമാണ്. ഇങ്ങനെയുള്ള ഒത്തുവരവുകൾ മാതാവിൻ്റെ മക്കൾ ഓർക്കണം. ആ വീട് സെഹിയോൻ മാളികയാക്കണം, സെഹിയോൻ മാളികയാക്കണം. പല ദേശക്കാരും പല ഭാഷക്കാരും ഒരുമിച്ച് കൂടി, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. പല ദേശക്കാരും പല ഭാഷക്കാരും ഒരുമിച്ച് കൂടി ഒരേ ഭാഷയിൽ മനസ്സിലായി. 70 വയസ്സുള്ള അപ്പം പറയുന്നത് 40 വയസ്സുള്ള മകന് മനസ്സിലായി. 68 വയസ്സുള്ള അമ്മായിമ്മ പറഞ്ഞത് 40 വയസ്സുള്ള മരുമകൾക്ക് മനസ്സിലായി. മരുമകൾ പറഞ്ഞത് അമ്മായിമ്മയ്ക്ക് മനസ്സിലായി. മക്കൾ പറയുന്നത് കാരണവന്മാർക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഭാഷ വേണം കുടുംബത്തിൽ. ചിലപ്പോഴൊക്കെ അറിയാം, ആൺപിള്ളേർക്ക് കെട്ടി വന്ന് കഴിയുമ്പം ആദ്യ നാളുകളിൽ എന്നാ എടുക്കണമെന്നറിയത്തില്ല. 2000 നോട്ട് ആദ്യം കിട്ടിയപ്പം ഇതെന്നാ എടുക്കണം എന്നോർത്ത പോലെ, പെമ്പർന്നൂത്തി എന്നാ എടുക്കണം, കെട്ടിനെ എന്നാ എടുക്കണം, ഇങ്ങനെയുള്ള ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരുത്തൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയും കൊണ്ട് വരിക. വന്നപ്പോൾ വീഡിയോക്കാരൻ പറഞ്ഞു, ഗേറ്റ് കടന്നപ്പോൾ നീ അവളെ ഒന്ന് 2 കൈയിലും കോരി എടുക്കാൻ പറഞ്ഞു. അവനിങ്ങനെ കോരിയെടുത്തു. സിമിന്തിയാക്കിൻ്റെ കനമാണ്, ഇവർക്ക് നല്ല തൂക്കമുണ്ട്. ഇവൻ അണച്ച് കതച്ച് ഇവളെയും ചുവന്നോട് നടക്കുക. അങ്ങനെ ചുവന്നോട് നടക്കുന്നത് ഇവൻ്റെ അമ്മ അകത്തെ മുറിയിലിരുന്ന് കണ്ടു. അമ്മ നോക്കിയിട്ട് പറയും, ദൈവമേ, വിവാഹത്തിൻ്റെ അത്ഭുതം. 5 കിലോ റേഷനറി കിട്ടിയാൽ ഓട്ടോറിക്ഷയെ കൊണ്ടുവരുന്നവന് ചുവന്നോണ്ട് വരുന്ന വരവ് കണ്ടില്ലേ? ഇപ്പൊ കുടുംബത്തിൽ പല ടൈപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുടുംബത്തിൽ വീട് ഒരു സിയോൻ മാളികയാക്കി മാറ്റാൻ അമ്മയ്ക്ക് സാധിക്കണം. വിട്ടുവീഴ്ച ചെയ്യാനും കരുണ കാണിക്കാനും അയയാനും ഒരമ്മയ്ക്കാ സാധിക്കുക. അങ്ങനെ സാധിക്കുന്ന വീടായിട്ട് നമ്മുടെ കുടുംബം മാറണം. ശ്രദ്ധിച്ച് കേൾക്കുന്ന, എല്ലാവരെയും ശ്രദ്ധയോടെ ശ്രവിക്കുന്ന ഒന്നായിട്ട് വീട് മാറണം. ദേവാലയമാക്കണം, വിദ്യാലയമാക്കണം, ശ്രദ്ധിക്കുന്ന സ്ഥലമാക്കണം. 4ാമത് ഒരു പ്രത്യേകത വീടിനുണ്ട്. അത് ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പഠിച്ചു. ലളിത ജീവിതശൈലി മക്കളെ പഠിപ്പിക്കാൻ അമ്മയ്ക്ക് കടമയുണ്ട്. അപ്പനേക്കാൾ ഉപരി മിനിമം കൊണ്ട് ജീവിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ ട്രെയിൻ ചെയ്യേണ്ടത് ഒരമ്മയാണ്, ഭാര്യയാണ്. ഇതും മതി. മേക്കപ്പ് സാധനങ്ങൾ വേണ്ട, ആഡംബര വസ്തുക്കൾ വേണ്ട, അമിതമായ ആഭരണം വേണ്ട, മിനിമം മതി. 2 വർഷമല്ലേ പഠിച്ചത്. നൈറ്റി ഇട്ടുകൊണ്ട് പോയി TV യിൽ കുർബാന കാണാമായിരുന്നു. എന്തിനാ പൗഡർ ഇടുന്നത്? എന്തിനാ പെർഫ്യൂം? ഈ ചെരുപ്പ് മതി, ഈ വാച്ച് മതി, ഈ മാല മതി, ഈ കമ്മല് മതി. ഇതും മതി എന്ന് പറയാൻ പഠിപ്പിച്ചു. ഈ 2 വർഷക്കാലങ്ങൾ ഇതും മതി. എൻ്റെ ആശ്രമത്തിൻ്റെ അടുക്കൽ ഒരാൻറ്റി എരുമപ്പാൽ വിൽക്കുന്ന ആളാണ്. എരുമപ്പാൽ വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് 2020 ജനുവരി പകുതിയോടുകൂടി 3 ഗ്രാം തൂക്കമുള്ള ഒരു മൂക്കുത്തി മേടിച്ചു. മൂക്ക് തുളച്ച് മൂക്കലത്ത് കൊളുത്തി ഇട്ടു. ജന്മസാഫല്യമായി മൂക്കും മൂക്കുത്തി ആട്ടി ഈ ആൻറ്റി നടന്നു. അതിൻ്റെ 15ാം പൊക്കം സർക്കാരിൻ്റെ ഓർഡർ, മാസ്ക് വെച്ച് മൂക്ക് മറയ്ക്കുക. ആ സ്ത്രീ പറഞ്ഞു, ആരെ കാണിക്കാനായി കുന്ത്രാണ്ടം കുത്തിക്കയറ്റത്? ഇത് മതി, ഈ ചെരുപ്പ് മതി, ഈ വസ്ത്രം മതി, ഈ ഭക്ഷണം മതി, ഈ കെട്ടിയവും മതി, ഈ ഭാര്യ മതി എന്നൊക്കെ പറയാൻ പഠിച്ചു. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പോരാ എന്നുള്ള വാക്കല്ലേ. പോരാ. കെട്ടിയവൻ ഒന്നിനും കൊള്ളാത്ത കാലൻ. ഭർത്താവ് ഭാര്യയെ വിളിക്കും വൃത്തിയില്ലാത്ത മുതു പിശാച്. മക്കളെ വിളിക്കും അയൽവക്കത്തെ മക്കളും മിടുക്കർ. ഈ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 8ാം ക്ലാസ്സിൽ, 2ാമത്തെ ശവം 7ാം ക്ലാസ്സിൽ, 3ാമത്തെ ശവം 5ാം ക്ലാസ്സിൽ. ആ വീട്ടിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിയെ? ചായ കുടിക്കാൻ പോയിരിക്കുന്നു, ഇപ്പം ഇങ്ങോട്ട് വരും. പിശാചോ കരി വറുക്കുന്നു, ചോറ് വാർക്കുന്നു, തുണി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതും മതിയെന്ന് പറയാൻ പഠിപ്പിച്ചു. ഈ മോഡൽ ഒരമ്മയാ കാണിക്കരുത്. പെർഫ്യൂം, പൗഡർ, മേക്കപ്പ് സാധനങ്ങൾ, ഓരോരുത്തർ ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് തോന്നും പൈസയ്ക്ക് വിലയില്ല. ലളിത ജീവിതം കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്ന അമ്മയിൽ നിന്നാണ്.
ചിലപ്പം കാണാം ചില യുവതികൾ വയസ്സ് 20 ആയിട്ടുള്ളൂ, നല്ല ഡ്രസ്സ് ധരിച്ച് മര്യാദയ്ക്ക് നടന്നാൽ ആരും ഒന്നുകൂടെ നോക്കും. ചില യുവതികൾ ഇറിയ ഡ്രസ്സും ധരിച്ച് ഇല്ലുകുറ്റി പൂട്ടുകുറ്റി പോലെ ഷൂസും ധരിച്ച് തല മുന്നോട്ടുന്തി പുറവശം പിന്നോട്ട് തള്ളി നടക്കുന്ന കണ്ടാൽ തോന്നും ഹരിപ്പാടിൽ നിന്നും ഏതോ എരുമക്കടാവും പിണ്ണാക്കം വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങ് മാവേലിക്കരിക്ക് നടന്നു പോകുന്ന പോലെ നടക്കുന്ന മനുഷ്യരുണ്ട്. ഇതും മതി, ഈ ഡ്രസ്സ് മതി, ഈ വാച്ച് മതി, ഈ ചെരുപ്പ് മതി, മിനിമം മതി. പഠിപ്പിച്ച കാലങ്ങൾ ഈ റോൾ മോഡൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അമ്മയാണ്. മക്കൾ ഇതും മതി, ഇതുകൊണ്ട് ഒതുങ്ങാൻ പഠിക്കണം. ജീവിതം കൊണ്ട് പഠിപ്പിക്കേണ്ടത് ഒരമ്മയുടെ കടമയാണ്. വീണ്ടും വീട് പ്രത്യേകിച്ച് നല്ല പാചകശാലയായിട്ട് മാറി കഴിഞ്ഞ കാലങ്ങൾ. അസുഖമില്ലാത്ത ഭക്ഷണം അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയാലേ പറ്റൂ. രോഗമില്ലാത്ത ഭക്ഷണം ഭാര്യയുടെ കൈകൊണ്ടേ പറ്റൂ. മരുന്നായ ഭക്ഷണം പെങ്ങളുടെ കൈകൊണ്ടേ പറ്റൂ. സ്ത്രീ ഒന്നാന്തരമായിട്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വീട് നല്ല ഒരു പാചകശാലയായിട്ട് മാറി. അതിനു മുമ്പ് ആണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോട്ടൽ ഭക്ഷണം, തട്ടുകട ഭക്ഷണം. അത് കഴിച്ച് നാക്കിൻ്റെ ടേസ്റ്റ് ബെഡ് പോയി അതിനാമോട്ടോ വയറ്റിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. സാവധാനം വയറ്റിൽ രോഗങ്ങൾ, കുടരോഗങ്ങൾ വർദ്ധിച്ചു. കഴിഞ്ഞ 2 വർഷം ഉദര രോഗങ്ങൾ ഒരു 5% പോലും ഇല്ലെന്നാണ് പറയുക. ഞാൻ കഴിഞ്ഞ 1-ാം തീയതി പരിമല ആശുപത്രി ഡോക്ടർമാരെ ധ്യാനിപ്പിക്കുകയായിരുന്നു, ഡോക്ടേഴ്സ് ഡേ. അവർ പറഞ്ഞാൽ ഒരു 1000 കേസിൽ നിന്ന് 5 കേസ് പോലും ഇല്ല കുടരോഗങ്ങൾ, ഉദര രോഗങ്ങൾ. കാരണം അമ്മയുടെ ഭക്ഷണം, ഭാര്യയുടെ ഭക്ഷണം, പെങ്ങളുടെ ഭക്ഷണം. നമ്മൾ ഭാരതീയര. ഭാരതത്തിൻ്റെ വേദേതിഹാസങ്ങൾ ഹൈന്ദവ ആചാര്യന്മാര് പണ്ട് പഠിപ്പിച്ചു. ആയുർവേദമാണ് ഭക്ഷണം. അത് മരുന്നാകണമെങ്കിൽ 3 ശുദ്ധിയാണ് ആവശ്യം. 1 പാത്രശുദ്ധി, 2 പദാർത്ഥശുദ്ധി, 3 പാചകശുദ്ധി. ഇത് 3 കൊടുക്കുന്നത് ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. പാത്രശുദ്ധി, പദാർത്ഥശുദ്ധി, പാചകശുദ്ധി. എന്താണ് പാത്രശുദ്ധി? വൃത്തിയുള്ള പാത്രങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്യണം. തട്ടുകട ഹോട്ടലിലെ പാത്രങ്ങൾ വെള്ളം കണ്ടിട്ട് 10 പതിറ്റാണ്ടുകളായി. അതിനകത്താണ് വൃത്തികേട് ശവങ്ങളും വരും നമ്മൾ പുഴുങ്ങി തിന്നുക. ഇടയ്ക്കിടയ്ക്ക് റെയ്ഡ് വരുമ്പോൾ പാത്രങ്ങളെക്കുറിച്ചുള്ള സൂചന കാണും. പാത്രശുദ്ധി ഓർക്കുക. നമ്മുടെയൊക്കെ പഴയ കാലങ്ങളിൽ മൺകലത്തിലെ മോര്, മൺചട്ടിയിൽ തൂക്കുമീനും തേങ്ങാപ്പൂത്തും കുടമ്പടിയിട്ട് വെച്ച 1-ാം തരം കറി, മൺകലത്തിലെ ചോറ്. അന്ന് വൈറ്റിലസുഖങ്ങൾ ഇല്ല. പാത്രശുദ്ധി. COVID-19 കാലഘട്ടത്തിൽ ശുദ്ധിയുള്ള പാത്രങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചു. 2 പദാർത്ഥശുദ്ധി. ചീഞ്ഞതും പുഴുത്തതും അഴുകിയതുമല്ല, തൈസമല്ല, ഭക്ഷണമല്ല. കുഴിമന്തി, കരിമന്തി, കുറേശ്ശി മന്തി, ബിരിയാണി, മിക്സഡ് ഫ്രൈഡ് റൈസ്. ഈ ചപ്പും ചവറും ശവവും ഇട്ടതെന്ത്? കോഴിയുടെ ഡെഡ് ബോഡി ഇതിനകത്ത് ഇട്ടിട്ട് അതെന്നാ ചത്തേന്നോന്നും അറിയത്തില്ല. പിന്നെ അവൻ്റെ ബർത്ത്ഡേയും നോക്കിക്കൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി വിളിക്കപ്പെട്ട കലാഭാഗ്യരാണ് നമ്മൾ. അവിടെയാണ് അമ്മയുടെ കയ്യിലുള്ള ഭക്ഷണം. അതുകൊണ്ട് ആര്യഭവൻ ഭക്ഷണങ്ങൾ, വെജിറ്റേറിയൻ ഹോട്ടലിലെ ഭക്ഷണങ്ങൾ, അത് മരുന്നാണ്. ഇതെല്ലാം പുഴുങ്ങി തിന്ന ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ, അറ്റാക്ക്, കൊളസ്ട്രോൾ, ദുരന്തങ്ങൾ, അകാല മരണം കേരളത്തിലാണ്. ഈ വൃത്തികളുടെ ഭക്ഷണം ജങ്ക് ഫുഡ് മേടിച്ച് നമ്മളും കഴിക്കുന്നു, മക്കൾക്കും കൊടുക്കുന്നു. പദാർത്ഥശുദ്ധി. നല്ല പച്ചക്കറി കൊണ്ട് അമ്മ കറി വെച്ചു, നല്ല പഴങ്ങൾ കൊണ്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി. പദാർത്ഥശുദ്ധി. 3 പാചകശുദ്ധി. എന്താ പാചകശുദ്ധി? തട്ടുകട ചെന്നാൽ കാണാം ജാർഖണ്ഡ്കാരൻ്റെയും ബംഗാളി ബീഹാരിയുടെയും ചവിണ്ട് മുഷിഞ്ഞ ബർമിഡായും അലക്കാത്ത ടീഷർട്ടും ഇട്ട് അപ്പം നമ്മുടെ പാത്രത്തിൽ ഐറ്റങ്ങൾ വിളമ്പി തന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ജീവിതത്തിൽ അതേസമയത്ത് അമ്മ ഒരു ഭാര്യ കുളിച്ച് വൃത്തിയുള്ള ശരീരത്തോടെ ഭക്ഷണം പാചകം ചെയ്യും. ഇതാണ് പാചകശുദ്ധി. വെടുപ്പും വെണ്മയുമുണ്ട്. അപ്പം ഇതെല്ലാം പഠിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങൾ വീട് നല്ലൊരു പാചകശാലയായിട്ട് മാറി. ഒപ്പം ഒരു കാര്യം കൂടി ഓർക്കണം. 59 ലക്ഷം ആൾക്കാർ കൊറോണ വൈറസ് വന്ന് മരിച്ചു കഴിഞ്ഞ 2.25 വർഷങ്ങളിൽ. 59 ലക്ഷം പേര്. അതേ സമയത്ത് ലോകാരോഗ്യ സംഘടന പഠിപ്പിക്കുന്നു 1,08,00,000 കുഞ്ഞുങ്ങൾ ജനിച്ചതും ഈ 2 വർഷങ്ങൾക്കിടയിലാണ്. മരിച്ചതിന് ഇരട്ടി കുഞ്ഞുങ്ങൾ ജനിച്ചു. അബോർഷൻ നിന്നുപോയി, ഭ്രൂണഹത്യ നിന്നുപോയി, ഗർഭചിത്രം നിന്നുപോയി. അതിന് ആശുപത്രിയിൽ അഡ്മിഷൻ ഇല്ലായിരുന്നു. 59 ലക്ഷം പേര് മരിച്ചപ്പോൾ ഇരട്ടി കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച കാലം കൂടിയായിരുന്നു കൊറോണ വൈറസിൻ്റെ 2.25 വർഷക്കാലം. അപ്പോൾ ഒരുപാട് വേദന വന്നപ്പോൾ ഒത്തിരി നന്മകളും ഈ രോഗങ്ങളും ദുരിതങ്ങളും നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട് എങ്ങനെയുള്ള വീടെന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക. ഏത് വീട്ടിൽ നിന്നാണ് ഇന്ന് ഈ മരിയൻ മക്കളുടെ മർത്താമറിയം സമൂഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി വന്നത്? എൻ്റെ അശ്രദ്ധ കൊണ്ട് ഏതെങ്കിലും വീട് ചെതറിപ്പോയിട്ടുണ്ടോ?
എൻ്റെ ശ്രദ്ധ കൊണ്ട് അല്പം കൂടി വീണ്ടെടുക്കാൻ ഈ 2 വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയെ 8 നോമ്പിൽ നമ്മുടെ മാതൃകയായി നമ്മൾ എടുക്കുന്നു. പരിശുദ്ധ മറിയം. മറിയത്തിൻ്റെ ജീവിത മാതൃക ഓരോ ഭാര്യയുടെയും ഓരോ അമ്മയുടെയും ജീവിത മാതൃകയാകണം. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിത മാതൃക ഓരോ സ്ത്രീയുടെയും ഓരോ അമ്മയുടെയും ഓരോ ഭാര്യയുടെയും ജീവിത മാതൃകയാക്കി മാറ്റണം. മറിയം ആനന്ദിച്ചതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്ത്രീ, ഒരു അമ്മ ആനന്ദിക്കുന്നതിന് മറിയം ആനന്ദിച്ച കാരണങ്ങൾ നിങ്ങളുടെയും എൻ്റെയും കാരണമായിട്ട് മാറണം. ഒന്ന് കോമൺ ആയിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിന് മറിയം കൊടുത്ത പ്രത്യുത്തരം അമ്മയെ ആനന്ദിപ്പിച്ചു. ദൈവവചനത്തിന്, തിരുവചനത്തിന് മറിയം കൊടുത്ത പ്രത്യുത്തരം അമ്മയെ ആനന്ദിപ്പിച്ചു. അമ്മ ദൈവവചനത്തിന് 4 പ്രത്യുത്തരങ്ങൾ കൊടുത്തു. 1 ശ്രവിച്ചു, 2 സ്വീകരിച്ചു, 3 ധ്യാനിച്ചു, 4 മാംസം ധരിച്ചു. ഇത് 4 അമ്മ കൊടുത്ത 4 പ്രത്യുത്തരങ്ങൾ. ശ്രവിച്ചു, സ്വീകരിച്ചു, ധ്യാനിച്ചു, മാംസം ധരിച്ചു. ഓരോ ഭാര്യയും ഓരോ അമ്മയും മറിയത്തിന് ഈ റോൾ സ്വീകരിക്കണം. ശ്രവിച്ചു, മലയാളത്തിൽ 2 വാക്കുകൾ: കേൾക്കുക, ശ്രവിക്കുക. കേൾവിയല്ല ശ്രവണം, ശ്രവണമല്ല കേൾവി. രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗം കേൾക്കാനുള്ളതാണ്, അച്ഛൻ്റെ ധ്യാന പ്രസംഗം ശ്രവിക്കാനുള്ളതാണ്, നരത്തിലെ പ്രസംഗം കേൾക്കാനുള്ളതാണ്, ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ വൈദികർ പങ്കിട്ടു തരുന്ന വചനം ശ്രവിക്കാനുള്ളതാണ്. പ്രാർത്ഥനാപൂർവം കേൾക്കുന്ന കേൾവി ശ്രവണം. അപ്പം നമ്മൾ പ്രാർത്ഥനയോടെ വചനത്തെ ശ്രവിക്കണം. എൻ്റെ ദൈവം എനിക്ക് തരുന്ന സന്ദേശമായിട്ട് വചനത്തെ കാണണം. ഇതാണ് ശ്രവണം. ശ്രവിച്ചാൽ മാത്രം പോരാ, സ്വീകരിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ അമ്മ സ്വീകരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ വചനത്തെ സ്വീകരിച്ചു. നമ്മൾ ഈ മണിക്കൂറുകളിൽ ഇവിടെ വെച്ച് ഒരുപിടി വചനങ്ങൾ ശ്രവിക്കുന്നു. കേട്ടിട്ട് പോയാൽ പോരാ, അത് സ്വന്തമായിട്ട് സ്വീകരിക്കണം. പലപ്പോഴും നമുക്കുള്ള ഒരു വലിയ കുഴപ്പം, ശ്രവിക്കും, പക്ഷെ സ്വീകരിക്കാൻ നമുക്ക് മടിയാ. ചില പള്ളികളിൽ ധ്യാനിപ്പിക്കുമ്പോൾ ചെറുപ്പക്കാർ എന്ന് പറയും, ജോസഫ് അച്ഛൻ അച്ഛൻ്റെ ഭാഷയിൽ കടുപ്പത്തിൽ ഒന്ന് പറയണം, കാരണവന്മാർ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. അപ്പനമ്മമാർ പറയും, അച്ഛൻ പിള്ളേരോട് കട്ടിലൊന്ന് പറയണം, അവർ മനസ്സിലാക്കുന്നില്ല. എല്ലാവരെയും കേൾപ്പിക്കാൻ ഇഷ്ടമാണ്. ഇപ്പം ഇവിടെ നമ്മൾ ഇത്രയും പേര് ഇരിക്കുന്നു. ഒരുപക്ഷെ അച്ഛനിങ്ങനെ ചിന്ത പങ്കുവെക്കുമ്പോൾ ചിലരുടെ ഇരിപ്പ് കണ്ടാൽ തോന്നും, ഇതെനിക്കുള്ളതേ അല്ല, ഞാൻ ഈ നാട്ടുകാരിയല്ല, ദേശക്കാരിയല്ല, വേറെ ആർക്കും ഉള്ളതാണ്. ചെല്ലെങ്കിലും ഓർക്കും, ഇത് കേൾക്കേണ്ട ചില അവളുമാർ വന്നില്ലല്ലോ, അങ്ങനെയും ഓർത്തുകൊണ്ടിരിക്കും. ഒരു പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുക, ഒരു പ്രായമുള്ള അച്ഛൻ. 15 മിനിറ്റ് ആയപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പതറിപ്പോയി. കറങ്ങുന്ന ഫാന്, നിരങ്ങുന്ന കസേര, ഓടുന്ന പട്ടി, കരയുന്ന കുട്ടി, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും. അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഈ ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും. എല്ലാവരും കുനിഞ്ഞിരുന്നു. ഏറ്റവും മുമ്പിൽ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ചിരിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ പറഞ്ഞാലും പറഞ്ഞില്ലേലും അധികം താമസിയാതെ പോകാനുള്ള കക്ഷികളാണല്ലോ ഞങ്ങൾ. ഒരു ചെറുപ്പക്കാരൻ അച്ഛനോട് പറഞ്ഞപ്പോൾ മുണ്ട് ചരിച്ചു കൂത്തി, ബട്ടൺസ് ഒന്നുകൂടെ വിടർത്തി ഞെളിഞ്ഞൊരു ഇരിപ്പ്. അച്ഛന് തോന്നി പറഞ്ഞത് പിടികിട്ടിയിട്ടില്ല. അച്ഛൻ പറഞ്ഞു, ശ്രദ്ധിച്ചു കേട്ടോണം, അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഇടവക്കാരായ നിങ്ങളെല്ലാവരും മരിക്കും. അവനൊന്നുകൂടെ ഞെളിഞ്ഞിരുന്നു. കുർബാന കഴിഞ്ഞു. തിരുവസ്ത്രങ്ങൾ ഊരിയിട്ടിട്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും തലയെ കുനിച്ച് പോവുക. ഇവൻ അച്ഛനെ കണ്ടപാടെ മുണ്ട് അല്പം കൂടെ പൊക്കി കുത്തി ബട്ടൺസ് ഒന്നുകൂടെ വിടർത്തി ഞെളിഞ്ഞൊരു നടപ്പ്. അച്ഛൻ തോളെ തട്ടി ചോദിച്ചു, സ്നേഹിത, ഞാൻ പറഞ്ഞില്ലേ അടുത്ത വെള്ളിയാഴ്ച പാതിരാത്രി 12 മണിക്ക് മുമ്പ് ഇടവക്കാരൻ നിങ്ങളെല്ലാം മരിക്കും, നീ എന്താ ചിരിച്ചോണ്ട് പോകുന്നത്? അവൻ, അച്ഛാ, ഞാൻ ഈ ഇടവക്കാരനല്ല, അടുത്ത വെള്ളിയിൽ നിന്ന് കുർബാന കാണാൻ വന്ന ആളാണ്, ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല. ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പം നമുക്ക് തോന്നും, ഞാൻ ഈ നാട്ടുകാരിയല്ല, നാട്ടുകാരനുമല്ല, ഇതെനിക്കുള്ളതല്ല. പക്ഷെ ആനന്ദിക്കണോ? അമ്മയെപ്പോലെ ഓർക്കണം, ഇതെനിക്കുള്ള വചനമാ, സ്വീകരിക്കണം. 3 ധ്യാനിച്ചു. സ്വീകരിച്ച വചനത്തെ ധ്യാനിച്ചു. 2 വാക്ക് ബൈബിളിലുണ്ട്. യോഹന്നാന്റെ വാക്കിൽ ഓർത്തു, ലൂക്കോസിന്റെ ഭാഷയിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചു. നമ്മൾ ഇവിടം വിട്ട് ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ ചിന്തകൾ തീരരുത്. പരിശുദ്ധ അമ്മയുമായി ചേർത്ത് വെച്ചുള്ള ചിന്തകൾ
ഹൃദയത്തിൽ സൂക്ഷിക്കണം, ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ച് അരൂപിയിൽ അമ്മയെപ്പോലെ വളരാൻ ഓരോ അമ്മയ്ക്കും കഴിയുമ്പോൾ, ഓരോ ഭാര്യയ്ക്കും കഴിയുമ്പോൾ എൻ്റെ വീട് നസസിലെ തിരുകുടുംബമായിട്ട് മാറും. 4, അമ്മ വചനത്തെ മാംസം ധരിച്ചു. വചനം മാംസമായി ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ശ്രവിച്ച വചനം പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഞാൻ ശ്രവിച്ച വചനം പ്രവൃത്തിയിൽ കൊണ്ടുവരണം, എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇപ്പോഴാണ് വചനം മാംസമാവുക. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ധ്യാനപ്രസംഗം വരുമ്പോൾ, കൺവെൻഷൻ വരുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. പക്ഷെ പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്ക് ആ ആൾ വരുന്നില്ല. വിശുദ്ധ കുർബാനയ്ക്കാണോ അതോ ധ്യാനപ്രസംഗത്തിനാണോ പ്രാധാന്യം? കുർബാന കഴിഞ്ഞല്ലേ ഉള്ളൂ ധ്യാനങ്ങൾ. പലർക്കും മനസ്സിലാകിയല്ല. വ്യത്യസ്തത കേൾക്കാൻ പോവും, പക്ഷെ കുർബാനയ്ക്ക് പോകത്തില്ല. പലപ്പോഴും ഒരു പള്ളിയിൽ അണ്ണാന്റെ ശല്യം. അണ്ണാൻ കയറ്റുവ വെട്ടി, കാർപ്പറ്റ് വെട്ടി, അത്താരവിരി വെട്ടി, കുർബാന കുപ്പായം തൂക്കുന്ന അലമാരിയുടെ പുറയിലും അണ്ണാൻ ചെന്നപ്പോൾ പ്രായമുള്ള വികാരിയച്ഛൻ ഇടവകയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായം ഉള്ളവർ വരെയുള്ള ഒരു സംഘടനാ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അച്ഛൻ പറഞ്ഞു, അണ്ണാന്റെ അറ്റാക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഈ അണ്ണാന്റെ വരവ് നിർത്താൻ എന്നാ ചെയ്യണം? കൊച്ചു കുട്ടികൾ പറഞ്ഞു, തെറ്റാൽ തന്നാൽ മതി, തെറ്റി കൊന്നോളാം. ചെറുപ്പക്കാർ പറഞ്ഞു, ഏറുകൻ തന്നാൽ മതി, വെടിവെച്ചോളാം. കാരണന്മാർ പറഞ്ഞു, വിഷം കൊടുത്തു കൊല്ലാം. ചിലർ പറഞ്ഞു, അരിച്ചു മയക്കിയിട്ട് കടലിൽ കൊണ്ടുപോയി എറിയാം, അണ്ണാന്റെ വരവ് നിർത്താം. ഇപ്പം 80 വയസ്സ് പ്രായമുള്ള ഒരങ്കിള് പറഞ്ഞു, എൻ്റെ ജീവിതാനുഭൂതി പറഞ്ഞാൽ അണ്ണാന്റെ വരവ് നിർത്താൻ തെറ്റിയാൽ പറ്റിയല്ല, വെടിവെച്ചാൽ പറ്റിയല്ല, വിഷം വെച്ചാൽ പറ്റിയല്ല. അണ്ണാന്റെ പള്ളിയിലുള്ള വരവ് നിൽക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എല്ലാ അണ്ണാനെയും പിടിച്ച് മാമോദീസ മുക്കുക. പിന്നെ വർഷത്തിൽ 3 പ്രാവശ്യം അണ്ണാൻ പിന്നെ പള്ളിയിൽ വരുള്ളൂ. ഈസ്റ്റർ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ. അതുകൊണ്ടാണ് പറയുക, ക്രിസ്തീയ എല്ലാ സഭകളിലുണ്ട് ECG ക്രിസ്ത്യാനികൾ, ECG ക്രിസ്ത്യാനികൾ. ഈസ്റ്റർ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ ഈ 3 പ്രാവശ്യമേ വരത്തുള്ളൂ. ഇപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ ശ്രവിക്കണം, ശ്രവിച്ച വചനത്തെ നമ്മൾ സ്വീകരിക്കണം, സ്വീകരിച്ചതിനെ ധ്യാനിക്കണം, ധ്യാനിച്ചതിനെ മാംസം ധരിക്കണം. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും ബഹിരാകാശത്തേക്ക് ഒരാളെ പറഞ്ഞു വിട്ടത് ഇന്ത്യ ഇന്ന് വരെ കണ്ട ഏറ്റവും സാമർഥ്യമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നുള്ളൂ, അത് ശ്രീമതി ഇന്ദിരാഗാന്ധി. ലോകം മുഴുവൻ ആ സ്ത്രീയെക്കുറിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും സാമർഥ്യമുള്ള മനുഷ്യന് വേണ്ടി ജീവിച്ച ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധി 1980 ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയച്ചു, രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശ പേടകത്തിലിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഒരു പ്രത്യേക ഫോണിലൂടെ രാകേഷിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു, രാകേഷ്, ഹമാര ഭാരത് കൈസ, നമ്മുടെ ഇന്ത്യയെ കണ്ടാൽ എങ്ങനെയുണ്ട്? രാകേഷ് ശർമ്മ ബഹിരാകാശ പേടകത്തിന്റെ കിളിവാതിൽ തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു, മാഡം, ഹമാര ഭാരത് സാരേ ജഹാംസെ അച്ഛ, നമ്മുടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ളതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഖയോട് പറഞ്ഞു, എനിക്ക് മാംസം ധരിക്കാൻ ഒരു നല്ല സ്ത്രീയുടെ, ശുദ്ധിപരിയായ സ്ത്രീയുടെ ഗർഭപാത്രം ആവശ്യമുണ്ട്. നീ ഗബ്രിയേൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഭൂമിയിലേക്ക് നോക്ക്. അപ്പം അങ്ങനെ ഗബ്രിയേൽ നോക്കിയപ്പോൾ നസ്രത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മറിയത്തെ കണ്ടിട്ട് ഹിന്ദിയിൽ തന്നെ മാലാഖ ദൈവത്തോട് പറഞ്ഞു കാണും, മേരി സാരേ ജഹാംസെ അച്ഛ, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇന്ന് ഹിന്ദിയുടെ കാലമല്ലേ, എവിടെ ചെന്നാലും ഹിന്ദി. അമിത്ഷാ ഒരിക്കൽ പറഞ്ഞില്ലേ, നാട്ടിൽ എല്ലാവരും ഇന്ത്യ മൊത്തം ഹിന്ദി പഠിച്ച് പറയണം. പിന്നീട് ആരും അതൊക്കെ തിരുത്തുകയും ചെയ്തു. ഹിന്ദിയുടെ കാലമാണ്, ഹിന്ദിയിലെ ജീവിക്കാൻ പറ്റുമോ? തമിഴ്നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ടൂറ് പോയി ഡൽഹി ചിലപ്പോൾ ഇയാൾക്ക് വലിയ ആഗ്രഹം ഒന്ന് കാണണം ഡൽഹി. ടാക്സി ഡ്രൈവർ ഹിന്ദിക്കാരനാണ്, അവന് വേറൊരു ഭാഷ അറിയത്തില്ല, തമിഴ് മാത്രമേ അറിയത്തുള്ളൂ. അവൻ ആക്ഷൻ കാണിച്ച് ഇവനോട് ചോദിച്ചു, ഉനക്ക് ഇന്ത്യ ഗേറ്റ് തെരിയുമാ? നിനക്ക് ഇന്ത്യ ഗേറ്റ് അറിയാമെന്ന് ചോദിച്ച്, ഉനക്ക് ഇന്ത്യ ഗേറ്റ് തെരിയുമാ? അവന് തോന്നി ഇന്ത്യ ഗേറ്റ് തേരിയുമാ, ഇന്ത്യ ഗേറ്റ് നിന്റെ അമ്മയാണ്. അങ്ങനെ മനസ്സിലായത്. അവൻ പറഞ്ഞു, ഇന്ത്യ ഗേറ്റ് തേരിയുമാ, കുത്തബ്നാർ തേരാ ബാപ്പാന്നും പറഞ്ഞു അവനെ ഓടിച്ചെന്ന്. അപ്പൊ ഹിന്ദിയുടെ മാർഗം, മേരി സാരേ ജഹാംസെ അച്ഛ, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. ഈ മംഗളവാർത്ത ആരംഭിച്ചു. എന്നിട്ട് ഭാഗ്യവാനായ ലൂക്കോസ് വിശേഷകൻ അമ്മ ആനന്ദിച്ചതിൻ്റെ 5 ചിന്തകൾ ലൂക്കോസ് വിശേഷകൻ നമുക്ക് തന്നിട്ടുണ്ട്. 8 നോമ്പിലേക്ക് കടക്കുമ്പോൾ പ്രവേശിച്ചിരിക്കുന്ന ആളുകളിൽ ഓരോ ഭാര്യയും ഓരോ അമ്മയും കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധമ്മയെ ആനന്ദിച്ചതിന്
ലൂക്കോസ് സുവിശേഷൻ തന്ന 5 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. 1, ദൈവം തൊട്ട ജീവിതം. ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല അമ്മയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ദൈവം തൊടണം, നമ്മളെ ദൈവം തൊടണം. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ വാക്യങ്ങൾ. 6-ാം മാസത്തിൽ ജോസഫുമായി വിവാഹം നിശ്ചയം ചെയ്യുന്ന മറിയത്തിന്റെ അടുക്കിലേക്ക് ദൈവം തന്റെ ദൂതനായ ഗബ്രിയേലിനെ അയച്ചു. മംഗളവാർത്ത കൊടുത്തപ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറി സംഭവിക്കട്ടെ. ആനന്ദിക്കുന്ന അമ്മയാകാൻ, ആനന്ദിക്കുന്ന ഭാര്യയാകാൻ ദൈവം തൊടാനായിട്ട് അവസരം വെച്ചു കൊടുക്കണം. ദൈവം മറിയത്തെ തൊടുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. നമ്മൾ ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, സഭയുടെ പ്രാർത്ഥനകൾ കുടുംബത്തിൽ ഉരുവിടുമ്പോൾ, സത്യവേദപുസ്തകം വായിക്കുമ്പോൾ, ഭക്തിഗാനങ്ങൾ ആലപിക്കുമ്പോൾ, സഭയുമായി ബന്ധപ്പെട്ട ചാനലുകളിൽ വിശദമായ ശുശ്രൂഷകൾ കാണുമ്പോൾ ദൈവം നമ്മളെ തൊടും. എപ്പോഴും ഓടി നടക്കുന്നവരെ തൊടാൻ ദൈവത്തിന് അവസരം കിട്ടിയല്ല, തമ്പുരാൻ തൊടാൻ പറ്റിയ അവസരമായിട്ട് ജീവിതത്തെ വെച്ച് കൊടുക്കണം. ദൈവം തൊട്ടാൽ പിന്നെ നമുക്ക് ആനന്ദമാണ്. ദൈവം തൊട്ടവർക്ക് ആനന്ദമാണ്. കാരണം അവർക്കറിയാം എല്ലാം കടന്നു പോകും, ഒന്നും ശാശ്വതമല്ല. ഇതാണ് ദൈവം തൊട്ടവരുടെ ഉറപ്പ്. മറിയത്തിനറിയാം എല്ലാം കടന്നു പോകും. ദൈവം തൊട്ട് എല്ലാവർക്കും അറിയാം എല്ലാം കടന്നു പോകും. സന്തോഷം കടന്നു പോകും, സങ്കടം കടന്നു പോകും, സമ്പത്ത് കടന്നു പോകും, ദാരിദ്ര്യം കടന്നു പോകും, സൗന്ദര്യം കടന്നു പോകും, വൈരൂപ്യം കടന്നു പോകും, സൽപ്പേര് കടന്നു പോകും, ദുഷ്പേര് കടന്നു പോകും. ഒന്നും ശാശ്വതമല്ല, എല്ലാം കടന്നു പോകും. ആ ഉറപ്പ് നമ്മളെ ആനന്ദിപ്പിക്കും. ഭർത്താവ് എന്നാ പറഞ്ഞാലും പിണക്കമില്ല, കുറെ കഴിയുമ്പോൾ മാറിപ്പോക്കോളും. മക്കൾ എന്നാ പറഞ്ഞാലും പ്രശ്നമില്ല, കുറെ കഴിയുമ്പോൾ മാറിപ്പോക്കോളും. ഈ ഒരു ഉറപ്പാ. രോഗം അത് മാറിപ്പോകും. ഇതാണ് ആനന്ദം. ഒന്നും ശാശ്വതമല്ല, എല്ലാം കടന്നു പോകും. ദൈവം തൊടുമ്പോൾ, ദൈവം തൊട്ടവർക്ക് ദൈവം കൊടുക്കുന്ന ഉറപ്പാണ്, ഒന്നും ശാശ്വതമല്ല, കടന്നു പോകും. ചെറിയ കാര്യങ്ങൾക്ക് വാശിയും പിണക്കവും വെച്ചുകൊണ്ടിരിക്കുന്നവർ ദൈവം തൊട്ടവരല്ല. കൊച്ചു കൊച്ചു കാര്യത്തിന് ഭർത്താവിനോട് പിണങ്ങിയിരിക്കുക, ഭർത്താവിൻ്റെ അമ്മയോട് പിണങ്ങിയിരിക്കുക, ഭർത്താവിൻ്റെ പെങ്ങന്മാരോട് പിണങ്ങിയിരിക്കുക, ഭർത്താവിൻ്റെ വീട്ടുകാരോട് പിണങ്ങിയിരിക്കുക. അങ്ങനെ പിണങ്ങിയിരിക്കുന്നവർ ദൈവം തൊട്ടവരല്ല. ഒരു ചാക്കോച്ചേട്ടനും ഏലിയാമ്മച്ചേട്ടത്തിയും, ചാക്കോച്ചേട്ടനും ഏലിയാമ്മച്ചേട്ടത്തി സ്നേഹമാണ്. പക്ഷെ ഒരിക്കൽ പിണങ്ങി 1 മാസമായിട്ട് നമ്മൾ മിണ്ടിയിട്ടില്ല. ഏലിയാമ്മച്ചേട്ടത്തി ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി. ചാക്കോച്ചേട്ടൻ രാവിലെ പ്ലാവെ കയറി ചക്ക ഇട്ടു. ചക്ക വീണത് ചാക്കോ ഇരുന്ന കൊമ്പേല. ചക്കയും കൊമ്പും ചാക്കോയും കൂടെ ഒരുമിച്ച് താഴെ വീണു. മുതുകുളുക്കി തൊലി പോയി. ആൾക്കാർ താങ്ങിയെടുത്ത് ആശുപത്രി കൊണ്ടിരുന്നു. കുറെ പേര് ഓടി ചെന്ന് പറഞ്ഞു, എൻ്റെ ഏലിയാമ്മേ, കെട്ടിയവൻ ചാക്കോ പ്ലാവയെന്ന് വീണു, എന്തോ പറ്റി, ആശുപത്രിയില്ല. അയ്യോ എന്ന് പറഞ്ഞ് കാണിക്കൊണ്ട് ഈ ഏലിയാമ്മ ഓടി ആശുപത്രി വന്നു. 2 ഇഞ്ചക്ഷനും അല്പം മരുന്നും പുരട്ടി ഗുളികയും കഴിച്ചപ്പോൾ ചാക്കോച്ചൻ്റെ വേദന മുഴുവൻ പോയി. ചാക്കോ കട്ടിലിൽ നിന്ന് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഏലിയാമ്മ അയ്യോ 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 ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ എഴുതി, കെട്ടിയവൻ്റെ വേദനയും പോയി, ചതവും പോയി, പിന്നെ എന്തിനാ കാറുന്നത്? അവൾ പറഞ്ഞു, ചതവ് പോയെന്ന് പറഞ്ഞാലും പ്ലാവേന്ന് വീഴുന്നത് കാണാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ സങ്കടമാണ്. അപ്പം നമുക്ക് ഈ വാശിയും പിണക്കവും ഉണ്ടോ? ദൈവം തൊട്ടില്ലെങ്കിൽ പള്ളിയിലും പോവും, കുർബാനയ്ക്കും പോവും, എല്ലാത്തിനും പോവും. അകത്ത് വെറുപ്പും വൈരാഗ്യവും അതുപോലെ കിടക്കും. ദൈവം തൊട്ടവർക്ക് വാശിയില്ല, വൈരാഗ്യമില്ല, പിണക്കമില്ല. ആ ഒരു രീതി, ഒരു കാഴ്ചപ്പാടിൽ വരുന്ന ഒരു മാറ്റം തമ്പുരാൻ തൊടുന്നു. ഒപ്പം തമ്പുരാൻ തൊട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ ഭൂമിയിൽ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാ, ഉടമസ്ഥരല്ല. ഹരിപ്പാടുള്ള വീടിൻ്റെ ഉടമസ്ഥയല്ല ഞാൻ. 80 വർഷം സൂക്ഷിച്ചിട്ട് ഇട്ടിട്ട് പോകണം. ഒരു യാത്രയപ്പുണ്ട്, അത് സിമിത്തേരിയിലേക്കുള്ള ഒരു യാത്രയപ്പ്. ഭർത്താവിനെ 6, 7, 10 കാത്തിട്ട് അവനെ സിമിത്തേരിയിലേക്ക് യാത്രയാക്കിയിട്ട് ഭാര്യയിരിക്കും. ഭാര്യയെ യാത്രയാക്കിയിട്ട് ഭർത്താവ് ഇരിക്കും. അതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വീട്. വീട് എന്ന ദ്രാവിഡ പദത്തിൻ്റെ മൂലാർത്ഥം വിട്ടേച്ചു പോകുന്ന സ്ഥലം, വിട്ടുപോകുന്ന സ്ഥലം വീട്. സ്ഥിരമായ താമസമില്ല, വിട്ടിട്ട് പോകും. ഈ ഉറപ്പ് കിട്ടുമ്പോൾ നമ്മൾ ആനന്ദിക്കും. എന്ത് കണ്ടാലും ആനന്ദിക്കും. വിട്ടിട്ട് പോകും, ഇട്ടിട്ട് പോകും. ഉൽപ്പത്തി 2:10 ആദം ഹവ്വ, നിങ്ങൾ ഏദൻ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്, ഉടമസ്ഥരല്ല. നിങ്ങൾ ഏദൻ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്, ഉടമസ്ഥരല്ല. ലെബനീസ് മിസ്റ്റിക്കായ ഖലീൽ ജിബ്രാൻ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളാകുന്ന വില്ലിൽ നിന്നും വില്ലാളിയായി ദൈവം അയച്ച അമ്പുകളാണ് നിങ്ങളുടെ മക്കൾ.
വില്ലിനെയും അമ്മിനെയും വില്ലാളിയായ ദൈവം സ്നേഹിക്കുന്നു. ഞങ്ങൾ കത്തോലിക്കാ സഭയിലെ ഒരു വേറെ സമൂഹമാണ്. ഞങ്ങൾക്ക് വലിയ വലിയ പ്രസ്ഥാനങ്ങളൊന്നുമില്ല. എല്ലാവരും സുവിശേഷ പ്രസംഗമായിട്ട് ചുറ്റി സഞ്ചരിക്കുന്നവരാണ്. ഞാൻ 1980 ഈ സമൂഹത്തിൽ ചേരുക. 13 വർഷം പഠിച്ചു കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് അതിൽ പട്ടം കിട്ടുക. ഇപ്പോൾ ചേർന്നതിൻ്റെ 2ാം ദിവസം ഞങ്ങൾ സുപ്പീരിയർഷൻ പറഞ്ഞു, നമ്മൾ പാവപ്പെട്ടവരുടെ ഒരു സഭയാണ്, അതുകൊണ്ട് അമിതമായി ഒന്നിനോടും അറ്റാച്ച്മെൻറ്റ് കാണിക്കല്. 2 കൂട്ടം കാര്യങ്ങൾ സ്വയം ചെയ്തോളും. 2 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, മുടി ബാർബറെ കൊണ്ട് വെട്ടിക്കരുത്, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടണം. 2, തുണി അലക്കാരനെ കൊണ്ട് അലക്കിപ്പിക്കരുത്, സ്വയം തുണി അലക്കണം. സകല ഞങ്ങളുടെ സഭയെ വിളിക്കുന്ന ഫ്രാൻസിസ്കൻ അച്ഛന്മാരെന്ന എല്ലാ ഫ്രാൻസിസ്കൻ അച്ഛന്മാർക്കും മുടിവെട്ടിൽ ഡബിൾ ഡോക്ടറേറ്റും ട്രിപ്പിൾ PhD-യുമാണ്. ഞാൻ 1980 സെമിനാരിൽ ചേർന്നു. ഒരാഴ്ച കഴിഞ്ഞ് സുപ്പീരിയർഷൻ ചീപ്പും കത്തിക്കുന്നുണ്ട് പറഞ്ഞു, മോനെ കുലത്തൊഴില വെട്ടിപ്പടിച്ചോളാൻ പറഞ്ഞു. അന്ന് മുതൽ എൻ്റെ മുടിയാണ് സഭാംഗങ്ങൾ വെട്ടുക. കഴിഞ്ഞ 40 വർഷക്കാലം വല്ലും വെട്ടിയാണ് ഈ തലയിൽ നിന്ന് ഈ പരുവത്തിൽ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ കൂടെ ഒരു വെല്ലിച്ചനുണ്ട്, മിസോറാമിലെ ഐസോളിലായിരുന്നു. അവിടെ ഇങ്ങനെ കൂടെ വെട്ടാൻ ആൾക്കാരില്ല, ബാർബറ വെട്ടിക്കൊടുത്തു. അച്ഛന് 85 വയസ്സുണ്ട്, കോട്ടയത്തുണ്ട്. അച്ഛന് മുടി വെട്ടിക്കണം. ആകെപ്പാടെ 4, 3, 7 മുടിയേ ഉള്ളൂ, എങ്കിലും ബാർബർ വെട്ടണം. ഞാൻ ബാർബർ ഷാപ്പിൽ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയി. 70 രൂപയാണ് മുടി വെട്ടാൻ ചാർജ്. ഈ മുടിയില്ലാത്ത അച്ഛന് മുടി വെട്ടാൻ ബാർബർ 80 രൂപ മേടിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ മര്യാദ കേട്ടാ. അപ്പം പറഞ്ഞു, അച്ഛന് പിണക്കൊന്നും തോന്നല്ലേ, ഈ അച്ഛൻ്റെ മുടി കണ്ടുപിടിക്കാൻ 10 രൂപ, വെട്ടാനായിട്ട് 70 രൂപ. അപ്പം മുടി വെട്ടിക്കരുത്. 2, തുണി ഞങ്ങൾ സ്വയം അലക്കണം. ഞങ്ങളെല്ലാവരും തുണി സ്വയം അലക്കണമെന്നാണ്. അലക്കാൻ കൊടുക്കരുത്, തേപ്പിക്കാൻ കൊടുക്കരുത്, സ്വയം അലക്കണമെന്നാണ്. എനിക്ക് സന്യാസത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം ബാക്കിയൊന്നുമല്ല, തുണി അലക്കാണ്. എത്ര അലക്കിയാലും ഒരു വെളുക്കത്തുമില്ല, ഒരം കഴിച്ചുവിടുന്ന വല്ലാത്ത നൊമ്പരമുണ്ട്. ഇപ്പം ആശ്രമത്തിൽ നിന്ന് അധികം ദൂരെയല്ലാതെ ഒരു അലക്കുകാരനുണ്ട്, പത്മനാഭൻ. ഞായറാഴ്ചകളിൽ കുർബാന കഴിഞ്ഞ് പത്മനാഭനെ വിളിച്ച് ഞാൻ 2 പാൻസും 2 ഷർട്ടും ഏൽപ്പിക്കും. അവൻ്റെ അച്ഛവും നല്ല ജോലി തിരക്കാളിലും കുഴപ്പമില്ല. ഇന്ന് ഞായർ, വെള്ളിയാഴ്ച തരുവുള്ളൂ, വെള്ളിയെങ്കിൽ വെള്ളി അവനിതും കൊണ്ട് പോകും. ഞായർ ഉച്ച കഴിഞ്ഞ് പുഴുങ്ങി അലക്കി ഉണക്കി പശ മുക്കി അവൻ അയൺ ചെയ്യും. ഞാനത് അറിയുകയല്ല. പിന്നെ അവൻ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ 25 രൂപ വാടകയ്ക്ക് ചില ആൾക്കാർക്ക് ഇടാൻ കൊടുക്കുകയും ചിലപ്പോൾ ഇവൻ തന്നെ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യും. ഓർക്കാപ്പുറത്ത് വഴി വെച്ച് കാണുമ്പോൾ അലക്കുകാരൻ പത്മനാഭൻ എൻ്റെ പാൻസും എൻ്റെ ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കുന്നു. പത്മനാഭനും നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരാഴ്ചക്കാലം അലക്കാൻ കൊടുത്ത തുണി അവൻ്റേതാണെന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുന്നു. 10 or 60 വർഷം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വീട് നമ്മുടേതാണെന്ന് പറഞ്ഞ് അള്ളിപ്പിടിക്കുന്നു. നമ്മളൊക്കെ വെറും സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രം, ഉടമസ്ഥരല്ല, സൂക്ഷിപ്പുകാരും കാവൽക്കാരും മാത്രം. കുറച്ച് നാൾ മുമ്പ് ഒരു റിട്ടയേർഡ് പ്രൊഫസർ എന്നോട് ചോദിച്ചു, ജോസഫ് അച്ഛനോട് സംശയം ചോദിക്കട്ടെ. നമ്മൾ ചോദിക്കേ, അച്ഛനായി കഴിഞ്ഞെന്നേലും പെണ്ണ് കെട്ടണമെന്ന് കാര്യമായി തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്, വേണ്ടാത്ത വല്ല തോന്നലും ഉണ്ടോയെന്ന് ഒരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ പിന്നെ പൊന്നങ്കിളെ സത്യം പറയാമല്ലോ, 3 മാസം മുമ്പ് ഒരു ദിവസം അടുപ്പിച്ച് 3 പ്രാവശ്യം ഒരു പെണ്ണ് കെട്ടണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതെന്താ? തുണി അലക്കി ഒരം കഴിച്ചു പൊട്ടിയപ്പോൾ ഒരു പെമ്പർനോത്തി ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയതിനല്ലോ എന്ന് ഞാനൊന്ന് ഓർത്തുപോയി. ആ മനുഷ്യൻ പറഞ്ഞു, പൊന്നി യോസഫ് അച്ഛ, ഇനി മേൽ അങ്ങനെ ഓർത്തേക്കരുത്. അതെന്താ? എൻ്റെ അച്ഛോ, എൻ്റെ പെമ്പർനോത്തി ഇന്നും അവിടെ സകലമായ തുണി എന്നെ കൊണ്ട് അച്ഛ അലക്കിപ്പിക്കുന്നത്. ഇപ്പം എവിടെയാണോ അവിടെ ഇരിക്കുക. നമ്മൾ കാവൽക്കാരും സൂക്ഷിപ്പുകാരും ഒന്നിൻ്റെയും ഉടമസ്ഥരല്ല. ഇപ്പം ദൈവം തൊട്ടവരുടെ ഉറപ്പ്, നമ്മൾ ഒന്നിൻ്റെയും ഉടമസ്ഥരല്ല, സൂക്ഷിപ്പുകാരും കാവൽക്കാരും. ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ സുവിശേഷ പ്രഘോഷകൻ മൂഡി, TL മൂഡി, ലിവർപൂളിൽ നിന്നും കപ്പൽ കയറി വിദൂരസ്ഥമായ ആഫ്രിക്കയിൽ ചെന്ന് അനേക വർഷങ്ങൾ പ്രസംഗിച്ച് അവസാനം 1000 കർത്താവിന് വേണ്ടി നേടിയിട്ട് TL മൂഡി തിരിച്ച് ലിവർപൂളിലേക്ക് കപ്പലിൽ പോരുമ്പോൾ ഒരുപാട് സഹയാത്രക്കാർ വെടി പറഞ്ഞ് കഥ പറഞ്ഞ് ഇരിപ്പുണ്ട്. ഒത്തിരി സഹയാത്രക്കാർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം ഓർത്തു, ലിവർപൂളിൽ കപ്പലിറങ്ങുമ്പോൾ എൻ്റെ വീട്ടുകാരും എന്നെ കാത്തു നിൽക്കും. പക്ഷെ കപ്പലിറങ്ങിയപ്പോൾ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല, ആരും കാത്തു നിൽക്കാനില്ല. അദ്ദേഹം തുറമുഖത്ത് മുട്ടുകുത്തി കൈവിരിച്ച് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചു, ക്രിസ്തുവേ, നിനക്ക് വേണ്ടി 1000 നേടി തിരിച്ച് എൻ്റെ സ്വന്തം നാട്ടിൽ വന്നപ്പോൾ
എൻ്റെ സ്വന്തം ദേശത്ത് വന്നപ്പോൾ എന്നെ കാത്തു നിൽക്കാൻ ആരും ഇല്ലാതെ പോയല്ലോ. നിനക്ക് വേണ്ടി ആഫ്രിക്കയിൽ ആയിരങ്ങളെ നേടി തിരിച്ച് സ്വന്തം ദേശത്ത് വന്നപ്പോൾ, സ്വന്തം നാട്ടിൽ വന്നപ്പോൾ എന്നെ കാത്തു നിൽക്കാൻ ആരും ഇല്ലാതെ പോയല്ലോ. പെട്ടെന്നൊരു അശരീരം മുഴങ്ങി. അല്ലയോ മൂടനായ മനുഷ്യ, ആരാ നിന്നോട് പറഞ്ഞത് നിന്നെ സ്വന്തം വീട്ടിലെത്തിയെന്ന്? നീ എത്തിയിരിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ഒരു ദിവസം നീ നിന്റെ സ്വന്തം വീട്ടിലെത്തും. അന്ന് ക്രിസ്തുവും അവന്റെ കോടാനുകൂടി മാലാഖമാരും നിന്നെ കാത്തു നിൽക്കും. നീ എത്തിയിരിക്കുന്നത് ഒരു വാടക വീട്ടിലാ. ഒരു ദിവസം നീ നിന്റെ സ്വന്തം വീട്ടിലെത്തും. അന്ന് ക്രിസ്തുവും അവന്റെ കോടാനുകൂടി മാലാഖമാരും നിന്നെ കാത്തു നിൽക്കും. ഈ ഉറപ്പ് വേണം. ഭർത്താവ് വേദനിപ്പിക്കുന്ന വാക്ക് പറയുമ്പോൾ അമ്മ ഇതോർക്കണം. മക്കൾ കുത്തുവാക്ക് പറയുമ്പോൾ ഒരമ്മ ഇതോർക്കണം. കൊച്ചുമക്കൾ നൊമ്പരപ്പെടുത്തുമ്പോൾ ഒരമ്മ ഓർക്കണം. ഇത് വാടക വീടാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെത്തും. അവിടെ എൻ്റെ കർത്താവും അവൻ്റെ കോടാനുകൂടി മാലാഖമാരും എന്നെ കാത്തു നിൽക്കും. ഈ ഉറപ്പ് നമ്മളെ ബലപ്പെടുത്തണം. ഒരമ്മ എന്ന രീതിയിൽ, ഒരു ഭാര്യ എന്ന രീതിയിൽ. നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം തരുന്നതും ദൈവം മറിയത്തിന് കൊടുക്കുന്ന ഉത്തരത്തിൽ നിന്നാണ്. മനോഹരമായ ഒരു ഉത്തരം. നിങ്ങൾക്കും എനിക്കുമൊക്കെ ചോദ്യമുണ്ട്. അന്നൊരു നാളിൽ അബ്രാഹം പറഞ്ഞു, ഞാൻ വൃദ്ധനല്ലേ, വൃദ്ധനെങ്ങനെ അപ്പനാകും? സാറാ പറഞ്ഞു, ഞാൻ വന്ധ്യയല്ലേ, വന്ധ്യ എങ്ങനെ പ്രസവിക്കും? മോശ പറഞ്ഞു, ഞാൻ വിക്കനല്ലേ, വിക്കനെങ്ങനെ വിമോചകനാവും? യേശയ്യ പറഞ്ഞു, അശുദ്ധമായ അതരമുള്ളവനല്ലേ. മറിയം പറഞ്ഞു, പുരുഷൻ തൊടാത്തവളെങ്ങനെ അമ്മയാകും? എലിസബത്തും എല്ലാവർക്കും ചോദ്യമുണ്ട്. എങ്ങനെ? അവർക്കെല്ലാം ദൈവം കൊടുത്ത ഉത്തരമാണ് മംഗളവാർത്തയിൽ മറിയത്തിന് കൊടുക്കുന്ന ഉത്തരം. എന്താണ് ആ ചോദ്യം? ഉത്തരം: അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ഉറപ്പാണ് 8 നോമ്പിന്റെ 2-ാം ദിവസത്തിൽ ദൈവം നമുക്ക് തരിക. നിങ്ങൾക്കും എനിക്കും ചോദ്യമുണ്ട്. ദൈവമേ, 25 ലക്ഷത്തിന് കടബാധ്യതയുണ്ട്, എങ്ങനെ ഊരും? ഇതുവരെ മാറാത്ത മാരകമായ രോഗമുണ്ട്, തീരുമോ? തോരാത്ത കണ്ണുനീരുണ്ട്, ശമിക്കുമോ? ഭർത്താവിന് സ്വഭാവമുണ്ട്, മാറ്റം വരുമോ? കുഞ്ഞുങ്ങൾക്കൊരു ചെറിയ പെരുമാറ്റദോഷമുണ്ട്, വിടുതലുണ്ടോ? സൽപ്പേരിന് കളങ്കം വന്നു, മോചനമുണ്ടോ? ഒറ്റ ഉത്തരമേ ഉള്ളൂ. മറിയത്തിന് കൊടുത്ത ഉത്തരം: അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയും. മനുഷ്യ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രാർത്ഥിക്കുന്ന അമ്മയാവുക, പ്രാർത്ഥിക്കുന്ന ഭാര്യയാവുക, പ്രാർത്ഥിക്കുന്ന ദൈവപുത്രിയാവുക. ഭർത്താവിന് മാതൃകയാവും, കുഞ്ഞുങ്ങൾക്ക് മാതൃകയായും, തലമുറകളുടെ ഭാഗ്യവതിയായിട്ട് മാറും. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈ ഉറപ്പ് നമുക്ക് വേണം. ഇപ്പൊ ഒന്ന്, ദൈവം തൊട്ടപ്പോൾ അമ്മ ആനന്ദിച്ചു. നിങ്ങൾ കുടുംബത്തിൽ നമ്മൾ ആനന്ദിക്കണം. ദൈവത്തിന് തൊടാൻ അവസരം വെച്ചു കൊടുക്കണം. ലൂക്കോസ് സുവിശേഷകൻ പറയും, അമ്മയെ ആനന്ദിച്ചതിന്റെ 2-ാമത്തെ കാരണം പരസ്നേഹ പ്രവൃത്തിയുടെ ജീവിതം. ജീവകാരുണ്യ പ്രവൃത്തികൾ, പരസ്നേഹ പ്രവൃത്തികളുടെ ജീവിതം അമ്മയെ ആനന്ദിച്ചതിന്റെ 2-ാമത്തെ കാരണം. ലൂക്കാ 1:39 മുതൽ 45 വരെ വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെ വാക്യങ്ങൾ. ദൈവത്തിന്റെ ദൂതൻ മംഗളവാർത്ത കൊടുത്തു. മറിയത്തെ ദൈവം തൊട്ടു. തൊട്ട നിമിഷത്തിൽ മറിയം ഓടിപ്പോയി പരോപകാര പ്രവൃത്തി ചെയ്യാൻ. ഇതാണ് ബൈബിളിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത. ദൈവാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കും, ചലിപ്പിച്ചുകൊണ്ടിരിക്കും. രൂപരഹിതമായ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അഗാധങ്ങൾ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. മറിയത്തെ തൊട്ടപ്പോൾ മറിയം ഓടിയപ്പോൾ എലിസബത്തിന് ഉയർത്തിക്കിടന്ന യോഹന്നാൻ മാഗ്ദാന ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ചലിപ്പിക്കും. സക്കായി ലൂക്കാ 19 ഒരു മരത്തിലിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ചലിച്ചു. അവൻ ചാടിയിറങ്ങി അവനെ സ്വീകരിച്ചു. ദൈവാത്മാവ് ചലിപ്പിക്കുന്ന ആത്മാവാ. ഒരാളെ ദൈവം തൊടുമ്പോൾ ആൾക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റിയല്ല, ഓടി നടന്ന് നന്മ ചെയ്യും. മറിയത്തെ ദൈവം തൊട്ടപ്പോൾ മറിയ ഓടി ഒരു മലമ്പ്രദേശത്തുള്ള ഇളയമ്മ ഏലീശുവായുടെയും സക്കറിയായുടെയും വീട്ടിലേക്ക് ഓടി ചെന്നു. അവിടെ ജീവകാരുണ്യ പ്രവൃത്തികൾ അമ്മ ചെയ്യാൻ തുടങ്ങി. P.U. തോമസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട അറ്റൻഡറെ ദൈവം തൊട്ടു. നവജീവൻ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. നമ്മുടെ സഭയുടെ പിതാക്കന്മാരെയും ആചാര്യന്മാരെയും ദൈവം തൊട്ടപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ മേഴ്സി ഫെലോഷിപ്പുകളുണ്ടായി. ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്നത് കുവൈറ്റിൽ
ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പിൻ്റെ ഒരു 7000 പേര് പങ്കെടുത്ത ഒരു ശുശ്രൂഷയിലാണ്. അതാണ് ആദ്യമായിട്ട് യൂട്യൂബിൽ എൻ്റെ പ്രോഗ്രാമായിട്ട് കടന്നു വരിക. എത്ര വീടുകൾ പണിത് കൊടുത്തു. ക്യാൻസർ രോഗികൾ, കിഡ്നി പേഷ്യൻസ്, അനാഥര്, നിർധനര്, വൃദ്ധമന്ദിരങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നത് ദൈവം തൊട്ടവർക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റിയല്ല. അവരാർക്കെങ്കിലും കൊച്ചു കൊച്ചു നന്മ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് സംഭവിക്കണം. കാരണം തമ്പുരാൻ പറയുന്നുണ്ട്, മത്തായി 10:42, ശരിവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. മത്താമരിയ സമൂഹം തന്നെ എത്രയോ ചാരിറ്റി പ്രവൃത്തികൾ ഓരോ ഇടവകയിലും നമ്മുടെ രൂപ സമൂഹത്തിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ദൈവം തൊട്ടവർ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യും. നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൽ സമറിയാക്കാരൻ മുറിവേറ്റ മനുഷ്യനെ സത്രത്തിൽ ഏൽപ്പിച്ചിട്ട് 2 ധനാറ കൊടുത്തു. പറഞ്ഞാൽ ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പം തന്നോളാം. ഇതാണ് സത്യസഭയുടെ വിശ്വാസം. ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഒരു ചെറിയ നന്മ നിങ്ങൾ ചെയ്തോ, എൻ്റെ കർത്താവിൻ്റെ 2-ാം വരവിൽ, തിരിച്ചു വരവിൽ ചെയ്തതിന് പ്രതിഫലമുണ്ട്. എന്തെങ്കിലും കുറവുണ്ടോ, ഞാൻ തിരിച്ചു വരുമ്പം തന്നോളാം. കൊച്ചു കൊച്ചു നന്മ മറ്റുള്ളവർക്ക് ചെയ്യണം. എത്ര ചെയ്യുന്നു എന്നല്ല, ചെയ്യുന്ന മനസ്സ്. ഞാൻ ഇതിൻ്റെ വലിയ പാഠം പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന അടുത്ത് വലിയ തോവാള എന്നുള്ള ഒരു ഗ്രാമം, എൻ്റെ വീടിന് തൊട്ടുമുട്ടിയുള്ളത് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയമാണ്. അച്ഛന്മാർ വീട്ടിൽ വരും, ഞങ്ങളൊക്കെ പള്ളിയിൽ പോകും. ഒത്തിരി ബന്ധമുണ്ട്. അപ്പം ആ തോവാള ജീവിക്കുമ്പം പെണ്ണുങ്ങൾക്ക് സർക്കാർ ശമ്പളമോ ജോലികളോ ഒന്നും അധികമില്ല. അതേസമയത്ത് കാർഷിക മേഖലയാണ്. പെണ്ണുങ്ങളുടെ വക ഒരു തരി പൊന്ന് മക്കൾക്ക് മേടിച്ചു കൊടുക്കണോ, അമ്മയുടെ അല്പം പൈസ വേണം. ഇന്നത്തെ കാലമല്ലേ, പെൺപിള്ളാരെ കെട്ടിക്കണേ തന്നെ ദേഹത്തിൻ്റെ എവിടെയെല്ലാം സ്വർണം വെച്ചാലാ കല്യാണം നടക്കുക. ചെവിയെ തന്നെ യാക്കോബിന് ഗോവണി പോലെ 3 ഇങ്ങനെയുണ്ട്. ഒരെണ്ണം സെക്കൻഡ് സ്റ്റഡ്, ഫോൺ സ്റ്റഡ്. കെട്ടിയവൻ്റെ അടി വരുമ്പം തടയാനായിട്ട് തടവള എന്നും പറഞ്ഞ് കയ്യേലൊരെണ്ണം. എല്ലാം കഴിഞ്ഞ് ബാക്കി ഒന്ന് മിച്ചം വന്ന് മിഞ്ച് എന്നും പറഞ്ഞ് പെരലേലൊരെണ്ണം. ഇവിടെ തിരുവനന്തപുരത്ത് ഓൾ സയൻസ് കോളേജിൽ ഞാൻ ധ്യാനിപ്പിക്കുക. ഒരു ഡിഗ്രി വിദ്യാർത്ഥിനി പാവാട പരമാവധി ഇറക്കിയിട്ട് ബ്ലൗസ് മാക്സിമം പൊക്കിയിട്ട് വയറിൻ്റെ മേഖല ഏതാണ്ട് ശ്രീലങ്കയുടെ മാപ്പ് പോലെ കാണിച്ച് പുക്കിളിൻ്റെ അവിടെ ഉഴുന്നവട പോലത്തെ ഒരു കുണുക്ക് തുളച്ചിട്ടിരിക്കുക. ബാക്കി എല്ലാ ഏരിയയും തീർന്നു പോയി. അപ്പം അമ്മയുടെ വക ഒരു തരി പൊന്നും മേടിച്ചു കൊടുക്കണോ, അല്പം പൈസ വേണം. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നല്ല ആണുങ്ങൾ ചില ഐറ്റങ്ങളുടെ പൈസ ഭാര്യയോട് മേടിക്കുകയല്ല. ചില കുഞ്ഞു ഐറ്റം, ചക്കുകുരു, മാങ്ങ, മോര്, പാല്, തൈര്, കോഴിക്കുഞ്ഞ്, പന്നിക്കുഞ്ഞ്, മുയലും കുഞ്ഞ്, ആട്ടുംകുഞ്ഞ്, ഒട്ടുപാല്, ചില്ലുപാല്, മൺപാല്, ചട്ടപ്പാല്, ഈ ചെറിയ ചീര, മുളക്, അരിമണൽ, ചിലതിൻ്റെയൊക്കെ പൈസ പെണ്ണുങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ സ്ത്രീകൾ പറയും, എൻ്റെ അച്ചോ ഇങ്ങനെയൊക്കെ വിറ്റ് പൈസ കിട്ടുമ്പം ഞങ്ങൾ 5, 10, 20, 50ൻ്റെയൊക്കെ നോട്ട് മേശയുടെ ഡോയിലും അലമാരിലും വെക്കും. പക്ഷേ 100, 200, 500, 2000 ഞങ്ങൾ ബൈബിളിൻ്റെ അകത്തേ വെക്കുകയുള്ളൂ. കാരണം കെട്ടിയവനെന്ന ജീവി എല്ലാ സ്ഥലവും തപ്പും. എടുക്കാത്തതും തുറക്കാത്തതും ബൈബിൾ. അത് 2000, 500, 200 സേഫായിട്ടിരിക്കും. ഇപ്പം എൻ്റെ അമ്മയുടെ അന്നത്തെ വരുമാന വഴി പന്നിക്കച്ചവടമാണ്. ഒരു വർഷത്തിൽ 15ഓളം പന്നിക്കുഞ്ഞുങ്ങളെ വിൽക്കും. 978 കാലഘട്ടത്തിൽ അന്നൊരു പന്നിക്കുഞ്ഞിൻ്റെ അവിടുത്തെ വില 50 രൂപ. 50 രൂപയുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പാവാടിക്കും ബ്ലൗസിനും തുണിയെടുക്കാമെന്ന്, ഒരു ആൺകുട്ടിക്ക് ട്രൗസറിനും ഷർട്ടിനും അത് ധാരാളമാണ്. അപ്പം അമ്മ ഒരു പന്നിക്കുഞ്ഞിനെ വിറ്റിടുന്ന കാശ് എൻ്റെ തരും. കുഞ്ഞുങ്ങളുടെ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ടെസ്റ്റ് തയ്പ്പിക്കാൻ വേണ്ടി എനിക്ക് പറയും, നമ്മുടെ വീട്ടിൽ ഞാനൊരു ജ്യേഷ്ഠനേ ഉള്ളൂ, പെൺപിള്ളാരില്ലല്ലോ. ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടിക്ക് പാവാടത്തിനും ബ്ലൗസിനും തുണി മേടിച്ചു കൊടുക്കാൻ ഈ പൈസ കന്യാസ്വാമിയെ ഏൽപ്പിക്കണം, പഠിപ്പിക്കുന്ന ടീച്ചറിനെ. അമ്മ അംബാനി അദാനിയൊന്നുമല്ല, വെറും പന്നിക്കച്ചവടക്കാരി, ആകെ അത്രയേ ഉള്ളൂ. എന്നാലും അതിൽ നിന്നും 50 രൂപ അന്ന് മാറ്റിവെക്കും. ദൈവം തൊട്ടവർ എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും മറ്റുള്ളവരോട് എന്തെങ്കിലും കരുണ കാണിക്കും. ചെറിയ കരുണ. ഒരു വർഷം നമുക്ക് ഒരു 500 രൂപ എൻ്റെ സ്വത്തിൽ നിന്നും പാവപ്പെട്ട മനുഷ്യനെ ചികിത്സിക്കാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് മാറ്റിവെക്കണം. 5000 പറ്റിയാൽ അങ്ങനെ വെക്കണം. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഉദാരമായി പങ്കെടുത്ത് നമ്മൾ സഹായിക്കണം. ദൈവം തൊട്ടവരുടെ പ്രത്യേകത, അവർ മറ്റുള്ളവർക്ക് നന്മ ചെയ്യും. എത്ര ചെയ്യുന്നു എന്നല്ല, ചെയ്യുന്ന മനസ്സ്. രോഗാവസ്ഥയിൽ പ്രായമായി വാർദ്ധക്യത്തിൽ തളർന്നു കിടക്കുമ്പോൾ ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കുന്നത് ഒലത്തി കൊടുത്ത പോത്തർച്ചയുടെ മണമല്ല, കെട്ടിയവനെ അലങ്കരിച്ചു വിട്ടതല്ല, മക്കളെ പഠിപ്പിച്ചതല്ല,
കിടക്കുമ്പോഴത്തെ ആനന്ദം ഏതോ പാവപ്പെട്ട ആൾക്ക് ഞാൻ കൊടുത്ത ഒരു 500 രൂപ സ്വർഗത്തിലേക്ക് എന്നെ നയിക്കുന്നത് ആ 500 നോട്ടാണ്. ചെരുവിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ഈ കുപ്പായം ധരിക്കുന്നത് 1985 മൂവാറ്റുപുഴയിൽ വെച്ചാണ്. ഈ വേഷം ധരിച്ച് വീട്ടിൽ അവധിക്ക് പോകുമ്പോൾ വേദപാഠം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകർ മേടിച്ചു തന്ന പൈനാപ്പിൾ ടേസ്റ്റുള്ള മുട്ടായിയുടെ ബാക്കി വന്ന 2 എണ്ണം ഇടതുവശത്തെ പോക്കറ്റിലിട്ടു. 5-ന്റെയും 10-ന്റെയും 20-ന്റെ ഓരോ നോട്ട് നെഞ്ചത്തുള്ള പോക്കറ്റിലിട്ടു. വലതുവശത്തെ പോക്കറ്റിൽ 1 രൂപയുടെ നോട്ട് മാറി 10 പൈസയുടെ 10 ചില്ലറ തുട്ടുകൾ. അങ്ങനെ വണ്ടിയെ അച്ഛന്മാരുമേലും കയറിയാൽ തർമ്മക്കാർ വന്ന് ശല്യപ്പെടുത്തും. നമ്മളെ നാണിപ്പിക്കുന്ന പോലെ തർമ്മം. ആൾക്കാരൊന്നും കൊടുത്തില്ലെങ്കിലും ഈ കത്തനാരെന്നാ കൊടുത്തു എത്തിക്കുത്തി വലിഞ്ഞു നോക്കും. ഇപ്പം തർമ്മക്കാർക്ക് കൊടുക്കാൻ വേണ്ടി 10 പൈസയുടെ 10 തുട്ടുകൾ. ഇന്ന് 10 പൈസ കാണാനില്ലാത്ത കാലം അത് നിന്നുപോയി. ഞാൻ മൂവാറ്റുപുഴ തൊടുപുഴ പാലാ സ്റ്റാൻഡിൽ വന്നപ്പോൾ ചില്ലറ പൈസ തീർന്നുപോയി. ഇടത് കൈ സൂക്ഷിച്ച ഒരു ഭിക്ഷക്കാരൻ വലത് കൈയിൽ ചളുങ്ങിയ ചട്ടിയുമായി ബസ്സിനകത്ത് കയറി വന്നു. തർമ്മം എൻ്റെ അടുക്ക് വന്നു. ഞാനാകെ വേർത്തുപോയി. ചില്ലറ പൈസ കൊടുക്കാനില്ല. 5 രൂപയുടെ നോട്ട് ഇട്ടിട്ട് 4 രൂപ 90 പൈസ പെറുക്കിയെടുത്താൽ ആൾക്കാർ പറയും കള്ളക്കത്തനാർ താണ്ട് 5 ഇടിച്ച് 6 പൊക്കിക്കൊണ്ട് പോകുന്നു. 5 രൂപ കൊടുത്തിട്ട് എന്നാൽ ആശ്രമ സുപ്പീരിയർ വഴക്ക് പറയും 5 രൂപയ്ക്ക് അന്ന് വിലയുള്ള കാലം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചേട്ടാ ചില്ലറ പൈസ ഇല്ല, 2 മുട്ടായി കൊണ്ട് തരട്ടെ. ഇയാൾ സഹതാപത്തോടെ ചളുങ്ങി തട്ടി നീട്ടിപ്പിടിച്ചു. ഇടതുവശത്തെ പോക്കറ്റിൽ കിടന്ന ഈ 2 മുട്ടായി എടുത്ത് ഇയാളുടെ പാത്രത്തിൽ ഇട്ട് കൊടുത്തു. ആൾക്കാർ കുലുങ്ങിച്ചിരിച്ചു, ഇയാൾ ഊറിച്ചിരിച്ചു. വണ്ടി നീങ്ങുമ്പോൾ ഈ മനുഷ്യൻ പാത്രത്തിലെ മുട്ടായും കിലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുക. അങ്ങനെ പോകുമ്പോൾ എന്നെ നോക്കി ദുഃഖത്തോടെ ചിരിക്കുന്നു. അയാളുടെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ പറയുന്ന പോലെ, ദൈവമായ കർത്താവേ, എന്നെക്കാട്ടിലും വലിയ ധർമ്മക്കാരൻ ഈ വണ്ടിക്കകത്തുള്ളല്ലോ എന്ന രീതിയിലാണ് പോക്ക്. പിന്നെ പലപ്പോഴും പാലാ സ്റ്റാൻഡിൽ വെച്ച് ഈ യാചകനെ കണ്ടിട്ടുണ്ട്. ജീവൻ പോയാൽ എൻ്റെ അടുക്ക് വരികയല്ല, ദൂരെ കൂടി മാറി പോകത്തേ ഉള്ളൂ. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പോക്കറ്റുള്ള കുപ്പായുള്ള അച്ഛന്മാർ ഞങ്ങളാണ്. ഞങ്ങളുടെ ദേഹത്ത് മുഴുവൻ പോക്കറ്റാണ്. വലതുവശത്ത് ഇടതുവശത്ത് വയറേ പോക്കറ്റ്, ഇതിനകത്ത് പോക്കറ്റ്, പുറകിൽ എയർബാഗ് പോലെ വിശാലമായ മുഴുത്ത പോക്കറ്റ്. ആരെവിടെ നിന്ന് എന്നാ തന്നാലും മേടിച്ചുകൊണ്ട് ചെല്ലണം. അത് സഭയുടെ നിയമം. ഞങ്ങളുടെ അച്ഛൻ KSRTC ബസ്സിൻ്റെ സൈഡിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ അച്ഛൻ തുപ്പി ഇങ്ങനെ കാറ്റത്ത് വിടർന്നു നിന്നു. 3-4 വയസ്സ് പ്രായമുള്ള ചെറുക്കൻ ഓറഞ്ച് പൊളിച്ച് നിന്നിട്ട് അതിൻ്റെ തൊലി കൊണ്ടുവന്ന് ലെറ്റർ പോലെ പോസ്റ്റ് ചെയ്ത അനുഭവമുണ്ട്. വേറൊരച്ഛൻ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ ഒരു 4 വയസ്സുകാരൻ അമ്മയെ മുട്ടി ഇങ്ങനെ നിൽക്കുക. അച്ഛൻ ഇവനെ നോക്കി ചിരിച്ചു. ഇവൻ്റെ അമ്മ ഉറക്കവാ. ഇവൻ സാവധാനം തട്ടി മുട്ടി ഒട്ടി ഒരുമി അച്ഛൻ്റെ അടുക്ക വന്നു. അവൻ അച്ഛനെ അടിമുടി സൂക്ഷിച്ചു നോക്കി. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ശരീരഭാഗം ഈ കയറായിരുന്നു. അവൻ സാവധാനം 2 കൈ കൊണ്ടും ഈ വള്ളി എടുത്ത് പൊക്കി പിടിച്ചു. എന്നിട്ട് മുതിർന്ന ആൾക്കാരെ ഷേവ് ചെയ്യാൻ വേണ്ടി ബ്രഷിൽ ക്രീം പുരട്ടിയിട്ട് മീശയിലും ദീക്ഷയിലും ഒരുങ്ങുന്ന പോലെ ഇതിൻ്റെ തൊങ്ങലെടുത്ത് കിരിയയിലും ചുണ്ടയിലും കവിളയിലും താടിയിലും കാതയിലും മുഖത്തും ഒരുമ. അച്ഛൻ ഇറങ്ങേണ്ട സ്ഥലമായി. ജീവൻ വയലുവൻ വള്ളിയെന്ന് പിടിയല്ല, അള്ളിപ്പിടിച്ച് നിൽക്കുക. ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? അച്ഛൻ കയർ പിടിച്ച് വലിച്ചിട്ട് ഇവനെ പിടിച്ച് തള്ളി. അവൻ അവൻ്റെ അമ്മയ്ക്കിട്ട് മുട്ടി നിന്നു. ഇവൻ കരയാൻ തുടങ്ങി. തള്ള ഞെട്ടി എഴുന്നേറ്റു. യാത്രക്കാർ ഒക്കെ എഴുന്നേറ്റു. നിർത്തിയ ബസ്സിൽ നിന്നും അച്ഛൻ സൂട്ട്കേസും തൂക്കി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഇവൻ അച്ഛനെ ചൂണ്ടി അമ്മയോട് പറയുക, നോക്കമ്മേ ദാണ്ടേ പശുമാമ്മ ഇറങ്ങിപ്പോകുന്നു ഇതായിരുന്നു കമൻ്റ്. അപ്പോൾ ഏതോ ഒരു കമൻറ്റിൻ്റെ നടുവിലും നമ്മൾ തമ്പുരാനെ മഹത്വപ്പെടുത്തുന്നവരാവുക. കൊച്ചു നന്മ ചെയ്ത് കടന്നു പോവുക. ലോകം പലപ്പോഴും ഇങ്ങനെ കാണിച്ചെന്നിരിക്കും. അങ്ങനെ നമ്മൾ വിങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ നടുവിൽ പരോപകാരത്തോട്ട് ചെയ്ത് കടന്നു പോവുക. അവിടെ അമ്മ ആനന്ദിച്ചു. 1, ദൈവം തൊട്ടപ്പോൾ അമ്മ ആനന്ദിച്ചു. 2, ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്തപ്പോൾ അമ്മ ആനന്ദിച്ചു. അമ്മയെ ആനന്ദിച്ചതിൻ്റെ 3ാമത്തെ കാരണം പരാതി പറയാത്ത പരിശുദ്ധ അമ്മ. നിങ്ങളുടെ സ്ത്രീകളുടെ സമൂഹമാണ് ഇതിൽ പങ്കെടുക്കുക. പരാതി പറയാതെ ജീവിക്കാൻ പഠിക്കുക. പരാതിയില്ലാതെ. മാതാവിന് വേണമെങ്കിൽ എന്തെല്ലാം പരാതികൾ പറയാം. സത്രത്തിൽ പശുത്തൊഴുത്തിൽ സ്ഥലം കിട്ടുമ്പോൾ ആ സമയത്ത് മറിയത്തിന് വേണമെങ്കിൽ ഗബ്രിയേൽ മാലാഖയെ വിളിച്ചിട്ട് പറയാം. ഒരു IST കോൾ സത്രത്തിൻ്റെ മാനേജർക്ക് വിളിക്കുക. എന്നിട്ട് പറയുക, ഒരു മിസ്സിസ് മറിയം പ്രസവിക്കാൻ വന്നിട്ടുണ്ട്, 1-ാം നമ്പർ മുറി വെക്കേറ്റ് ചെയ്തിട്ട് മറിയത്തെ അഡ്മിറ്റ് ചെയ്യണം. പക്ഷെ മാതാവ് പറഞ്ഞു, വേണ്ട, എനിക്കും എൻ്റെ മോനും ഈ ഗോമൂത്രം മതി,
ഈ ചാണകം മതി, ഈ വൈക്കോല് മതി, ഇതിനപ്പുറം ഒന്നും വേണ്ട. എനിക്കും എൻ്റെ മോനും ഈ വൈക്കോല്, ഈ ഗോമൂത്രം, ഈ ചാണകം, ഇത് മതി. പരാതിയില്ല, ജീവിതത്തിൽ പരാതിയില്ല. നമുക്ക് എന്തെല്ലാം പരാതിയാ. കെട്ടിയവന് സാമർഥ്യമില്ല, കുഞ്ഞുങ്ങൾക്ക് കഴിവില്ല, വീടിന് മുഴുപ്പില്ല, വസ്ത്രത്തിന് പകിട്ടില്ല, ചെരുപ്പ് പോരാ, ആഭരണം പോരാ. പോരാന്ന് പറയുമ്പം ഇത് മതി മതി എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. കാരണം നമ്മളെക്കാൾ കുറവുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. നിങ്ങളെക്കാൾ പാവപ്പെട്ട ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. എനിക്ക് ഇത്രയും ഉണ്ടല്ലോ, ഈ ഭർത്താവുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ പേരൻസ് ഉണ്ടല്ലോ, ഈ വീടുണ്ടല്ലോ, ഈ വരുമാനമുണ്ടല്ലോ, ഇത്രയും ഉണ്ടല്ലോ, ഇത് മതിയെന്ന് പറയാൻ പഠിക്കണം. എന്നോട് ആൾക്കാർ പറഞ്ഞു, ജോസഫച്ചൻ പോയി നിർബന്ധമായി കാണേണ്ട സിനിമയാണ് പുലിമുരുകൻ. എന്നുവെച്ചാൽ എന്താ, മുൾ മുനയിൽ നിന്ന് പടം കെട്ടി തീർക്കാൻ പറ്റുള്ളൂ. ഇപ്പം എവിടെ ചെന്നാലും പരിചയക്കാരാ. ഒരു ഗ്രാമത്തിലെ ഓല കെട്ടിയ ഗ്രാമീണ ടാക്കീസിൽ ഞാൻ ചെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ധ്യാനം കൂടി ഒരുത്തൻ അവിടെ ടിക്കറ്റ് വയ്ക്കാനായിട്ടിരിക്കുന്നു. അവൻ ചോദിച്ചു, എന്നാ അച്ഛാ? ഞാൻ പറഞ്ഞു, കപ്പൂച്ചൻ അച്ഛനാണ്, അധികം പൈസ എടുക്കുകയല്ല, ഏറ്റവും താന്ന ഒരു ടിക്കറ്റ് തരാവൂ. അവൻ പറഞ്ഞു, ഏറ്റവും താന്ന തറ ടിക്കറ്റ് മതിയോ? തറയെങ്കിൽ തറ ടിക്കറ്റ് എടുത്ത് പുലിമുരുകൻ കാണുന്നു. ഇൻ്റർവെല്ലിന് 5 മിനിറ്റ് മുമ്പിൽ നിന്നൊരു അനക്കം. നോക്കുമ്പോൾ ഏറ്റവും താന്നത് തറ ടിക്കറ്റാണെന്ന് കരുതുമ്പം വേറെ കുറേ പേര് ആ തറ മാന്തിയിട്ടിരിക്കുന്നു, കുഴി ടിക്കറ്റ് എന്നും പറഞ്ഞ്. നമ്മളെക്കാൾ താന്ന ഒരുപാട് പേരുണ്ട്. 2 മുറിയുള്ള ആള് 4 മുറിയുള്ള ആളെ നോക്കല്, 1 മുറിയുള്ള ആളെ നോക്കണം. 1 മുറിയുള്ളവൻ 2 മുറിയുള്ളവനെ നോക്കല്, പീഡികത്തിനിയിലെ ധർമ്മക്കാരനെ നോക്കണം. നമ്മളെക്കാൾ താന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആ ലോകത്ത് പരാതി പറയാതെ, പരിഭവം പറയാതെ ജീവിക്കാൻ പഠിക്കണം. ആണുങ്ങൾക്ക് പരാതിയുണ്ട്. ഇപ്പം നിങ്ങളാണല്ലോ പങ്കെടുക്കുക. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ പരാതികൾ. എന്ത് നിവേദനം പരാതി? വിവാഹ വാർഷികത്തിൽ ഭർത്താവ് ഭാര്യയും കൂട്ടിക്കൊണ്ട് എറണാകുളം ജയലക്ഷ്മി പോയി സാരി എടുക്കാൻ വേണ്ടി 2.5 മണിക്കൂർ നോക്കിയിട്ടും ഇഷ്ടപ്പെട്ട സാരിയില്ല. ഭർത്താവ് ചോദിച്ചു, എന്നാ മുടിഞ്ഞത് അപ്പാടി, മണിക്കൂർ 3 ആയല്ലോ. മിണ്ടാതിരി മനുഷ്യ, ഞാനും നോക്കട്ടെ. എന്നാടി നോക്കുന്നത്? നല്ല ചുമന്ന പച്ച സാരി ഉണ്ടോ? ഞാൻ തപ്പുകയാണ്, അത് കിട്ടിയാലേ പോകത്തുള്ളൂ. നമുക്കറിയാം, പെണ്ണുങ്ങളുടെ ഏറ്റവും നല്ല ഡ്രസ്സ് സാരിയാണ്. അത്രയും നല്ല ഡ്രസ്സ് പെണ്ണുങ്ങൾക്ക് ലോകത്തിലില്ല. സ്ത്രീകളുടെ ഏറ്റവും നല്ല ഡ്രസ്സ് സാരിയാണെന്ന് ലോകത്തെ പഠിപ്പിച്ചതും ഇന്ത്യൻ പെണ്ണുങ്ങളാണ്. ഒറ്റപ്പാട്ടിലൂടെ ലോകം മുഴുവൻ അത് പ്രശസ്തമായി. അതാണ് സാരി ജഹാംസെ അച്ഛ. ഇത്രയും നല്ല വേറൊന്നും കിട്ടാനില്ല. ചെരുപ്പുകളെ ചെന്നു, സകലമാന ചെരുപ്പും തിരിച്ചിട്ടും മറിച്ചിട്ട് കുറഞ്ഞിട്ട് നോക്കിയിട്ടും ഇഷ്ടപ്പെട്ട ചെരുപ്പില്ല. അവസാനം അവൾ സെയിൽസ്മാനോട് ചോദിച്ചു, എടോ ഇനി വേറെ വല്ല നല്ല ജോഡി ചെരുപ്പുണ്ടോ? അമ്മനെ പെങ്ങളെ കാണിക്കാമെന്നൊക്കെ കാണിച്ചു. ഇനി 2 എണ്ണേ ഉള്ളൂ, മേടിക്കുമെന്ന് തോന്നുന്നില്ല, എൻ്റെ കാലേ കിടക്കുന്നതാണ്, ബാക്കിയെല്ലാം കാണിച്ചു. ഇപ്പം പരാതി പറയുന്നവരാ. എന്തിനും പരാതി പറയുന്നവർക്ക് ആനന്ദിക്കാൻ പറ്റിയല്ല. പരാതി പറയാത്ത ജീവിതം അമ്മയെ ആനന്ദിപ്പിച്ചു. മക്കളെക്കുറിച്ച് പരാതി പറയാത്ത അമ്മയാവുക, ഭർത്താവിനെ കുറിച്ച് പരാതി പറയാത്ത ഭാര്യയാവുക. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ലോകത്താരോടും പറയല്ലേ. ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പുരോഹിതനൊപ്പം കാസയിലെ വീഞ്ഞു ചേർക്കുന്ന 1 തുള്ളി വെള്ളത്തോട് ചേർത്ത് ഭർത്താവിൻ്റെ കുറവുകളെ അൾത്താരയെ കൊടുക്കുക, കുഞ്ഞുങ്ങളുടെ കുറവുകളെ അൾത്താരയെ കൊടുക്കുക. പറഞ്ഞു തീരുന്നവരല്ല. മനുഷ്യൻ 2 കൂട്ടം അമ്മമാരുണ്ട് ഈ ലോകത്ത്. 1 പറഞ്ഞു തീർക്കുന്നവരും, 2 സഹിച്ചു തീർക്കുന്നവരും. പറഞ്ഞു തീർക്കുന്നവരുമുണ്ട്, സഹിച്ചു തീർക്കുന്നവരുമുണ്ട്. പരിശുദ്ധി അമ്മ പറയുന്നു, പറഞ്ഞു തീർക്കുന്ന ഒരു ഭാര്യയല്ല, അമ്മയല്ല, സഹിച്ചു തീർക്കണം. അങ്ങനെ ജീവിക്കുന്നവർക്ക് ആനന്ദിക്കാൻ പറ്റും. 1 ദൈവം തൊട്ടപ്പോൾ അമ്മയെ ആനന്ദിച്ചു. 2 ജീവകാരൻ്റെ പ്രവൃത്തി ചെയ്തപ്പോൾ അമ്മയെ ആനന്ദിച്ചു. 3 അമ്മ പരാതി പറയാതെ ജീവിച്ചപ്പോൾ അമ്മയെ ആനന്ദിച്ചു. 4 സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അമ്മ. മാതാവിൻ്റെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ ഓർക്കുക അമ്മയുടെ ഈ ഒരു ഗുണമേന്മ, ക്വാളിറ്റി. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അമ്മ. ഇതാ കർത്താവിൻ്റെ ദാസി, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാമെന്ന് അമ്മ പറഞ്ഞില്ല. അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ഇഷ്ടം പോലെ എന്നിൽ നടക്കട്ടെ. യെശയ്യാ 64:8. കർത്താവേ, ഞാൻ കളിമണ്ണാണ്, നീയോ കുശവൻ. ഇഷ്ടം പോലെ മെനഞ്ഞെടുക്കണമേ, വാർത്തെടുക്കണമേ. ഞാൻ കളിമണ്ണാണ്, നീ കുശവൻ. ഇഷ്ടം പോലെ മെനഞ്ഞെടുക്കുക, വാർത്തെടുക്കുക. എൻ്റെ ദൈവമേ, ഞാൻ ഒരു വെള്ളപ്പേപ്പറാ, നിനക്ക് ഇഷ്ടമുള്ളത് നിന്റെ പേന കൊണ്ട് ഈ കടലാസിൽ എഴുതിക്കൊള്ളുക.
സമ്പൂർണ്ണ സമർപ്പണം. എന്താണ് അവിടുത്തെ ആനന്ദം? സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ചവൻ തീരുമാനിക്കും. അതാണ് ആനന്ദം. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ചവനാ തീരുമാനിക്കുക. ഒരു ഭാര്യയ്ക്ക് മേജർ ഓപ്പറേഷൻ വന്നാൽ അവിടെ അപ്പനും ആങ്ങളയിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് സമർപ്പണം സ്വീകരിച്ച കെട്ടിയവൻ. ഭർത്താവിന് രോഗം വന്ന് ചികിത്സ വന്നാൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് സമർപ്പണം സ്വീകരിച്ച ഭാര്യ. സമർപ്പണം ഒരു ഫൈനൽ കമ്മിറ്റ്മെന്റാ. അതുകൊണ്ടാണ് സമർപ്പിക്കുമ്പോഴാണ് ആണുങ്ങൾക്കും ടെൻഷൻ, പെണ്ണുങ്ങൾക്കും ടെൻഷൻ. ഏത് കല്യാണം എന്ന് പറയുന്നത് ഒരു സമർപ്പണമാണ്. അതുകൊണ്ടാണ് താലി കെട്ടുമ്പം തോക്ക് പിടിക്കുമ്പം കൈവിറയ്ക്കാത്ത പട്ടാളക്കാരനും താലി കൈ പിടിക്കുമ്പം കെലുകലാന്ന് വിറയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം 2ാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ 3ാം ലോകമഹായുദ്ധം അവൻ്റെ ശക്തിക്കപ്പുറം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കണക്കധ്യാപനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരൽ വഴി കുലുക്കി വരപ്പിച്ച് പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പം ചൂരലിൻ്റെ നാരിൻ്റെ പകുതി വരെ കെട്ടിയില്ലാത്ത ചീപ്പുനൂരിൽ കെട്ടിലാലി കൊടുത്ത് ഇവിടെ പെടലിയെ കെട്ടുമ്പം ഇവൻ്റെ കൈ ഉറയ്ക്കുന്നില്ല. ചിത്തശലവൻ തേൻ കുടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടയിൽ കൂടെ പറക്കണ പോലെ കൈ തെന്നി പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടിയൊപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടി ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ വന്നു. ഞാൻ കേക്ക് ആശീർവദിച്ച് മുറിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. തമ്മിലെ മുഴുത്ത കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പം ഇവൻ്റെ തോളത്തിൽ ഞാൻ ചോദിച്ചു, പേടിത്തുണ്ട കണക്കധ്യാപക, എന്നാ വിറയാടാ വരച്ചത്? സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പം കുറേ ധൈര്യമല്ലേ വരേണ്ടത്? അവൻ ചോദിച്ചു, ആഹാ അച്ഛ, അത് വിറയാണെന്നാണോ അച്ഛൻ ഓർത്ത്? ഞാൻ പറഞ്ഞു, കൈ കിടങ്ങനെ തുള്ളുന്നത് വിറയല്ലാതെ വേറെ വല്ലതുമാണോ? അവന് പൊന്നച്ച, വരച്ചതല്ല, ഇത് സഭയിലെ ഗൗരവമുള്ള ഒരു കൂതാശയുടെ സ്വീകരണമല്ലേ, പിള്ളകളിയാണോ? വരച്ചതല്ലച്ചാ, പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് ഏറ്റവും വലിയ സമർപ്പണം. അപ്പം ഭർത്താവിന് എന്തെന്ന് ഭാര്യ സ്വീകരിക്കും, ഭാര്യയ്ക്ക് എന്തെന്ന് ഭർത്താവ് തീരുമാനിക്കും. സമർപ്പണം. അമ്മ സമർപ്പിച്ചു. ഇനി അമ്മയ്ക്കറിയാം ഏത് കുരിശ് വന്നാലും, കുരിശിൻ്റെ വഴി വന്നാലും, കല്ലറ വന്നാലും, തെറ്റിദ്ധാരണ വന്നാലും അവൻ അറിഞ്ഞോണ്ടാ. തമ്പുരാൻ്റെ കൊടുത്തവളുടെ ആനന്ദം എന്ത് സംഭവിച്ചാലും അവൻ അറിഞ്ഞോണ്ടാ. മാതാവ് എത്രയോ സഹനത്തിലൂടെ കടന്നുപോയപ്പോഴാണ് സമർപ്പിച്ചത്. ഈജിപ്തിലേക്ക് ഒളിച്ചോടുന്നു, നസറത്തിലേക്ക് തിരിച്ചു വരുന്നു. പൈതലായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുമ്പോൾ ലൂക്കാ 2 ജ്ഞാനവൃദ്ധനായ ശിമയോൻ പൈതലായ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ബൈബിളിലെ ആദ്യത്തെ താരാട്ട് പാടി. ബൈബിളിൽ ആദ്യമായിട്ട് താരാട്ട് പാടിയത് ശിമയോൻ എന്ന പുണ്യാത്മാവ. എന്താ താരാട്ട്? രാരാരോ രാരീരാരോ. ഓരോ താരാട്ടും ഒരു ചോദ്യമാണ്. ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഒരമ്മ തമ്പുരാനോട് കൊച്ചിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എന്താണ് ആ ചോദ്യം? കുഞ്ഞിനെ തൊട്ടിയിലിട്ടാട്ടിക്കൊണ്ട് അമ്മ ദൈവത്തോട് ചോദിക്കുക, എൻ്റെ ദൈവമേ, തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? ഇത് ശിവരശനാണോ, വീരപ്പനാണോ, ഒസാമ ബിൻ ലാദനാണോ? ഇതാരാരോ? പിന്നെ പറയുന്നു, മഹാത്മാഗാന്ധിയാണോ, മദർ തെരേസയാണോ? ഇതാരീരാരോ? ഒരു പിടിയുമില്ല. അപ്പം ശിമയോൻ പറഞ്ഞു, ഈ ശിശു ആരാണ്? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും, ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. അതിന് കാരണമാണ് മറിയം 33 വർഷം നെഞ്ചിൽ വഹിച്ച വാളുണ്ട്. അമ്മയായ ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ്റെ ദാരുണമായ മരണം അമ്മ കാണേണ്ടി വരും. ഈ പ്രവാചക മുന്നറിയിപ്പ് മറിയുടെ നെഞ്ചിൽ വഹിച്ച വാളാണ്. ഇടവകയിൽ യുവജനങ്ങളുടെ ബൈബിൾ വായനയുടെ മത്സരം. ബൈബിൾ തുറക്കുമ്പോൾ കിട്ടുന്ന വായിക്കണമെന്ന നിയമം. 20 വയസ്സിലെ യുവാവ് ബൈബിൾ തന്നപ്പോൾ കിട്ടിയത് ശിമയോന്റെ വാക്കാ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. അവൻ ബൈബിളെ നോക്കിയപ്പോഴുണ്ട് അവൻ ഇഷ്ടപ്പെട്ട യുവതി 20 വയസ്സുകാരി ഗ്രൗണ്ടിൽ നിന്ന് പടിയിലേക്ക് നടന്നു വരുന്നു. അവൻ അവളെ നോക്കി, ബൈബിളെ നോക്കി, ഒന്നുകൂടെ നോക്കി, വീണ്ടും നോക്കി. പിന്നെ അവൾ വായിച്ചത് ഇങ്ങനെ, നിന്റെ ഹൃദയത്തിലൂടെ ഒരുവൾ കടന്നു പോകും, ഒരു വാൾ കടന്നു പോകും. ജ്ഞാനവൃദ്ധനായ ശിമയോന്റെ പ്രവചനം. ഇതന്നെയുമല്ല, മക്കളെ പ്രസവിച്ച ഓരോ അമ്മയ്ക്കുമുള്ള പ്രവാചക മുന്നറിയിപ്പാണ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഓരോ അമ്മയ്ക്കും സ്വന്തം മക്കളെക്കുറിച്ച് നെഞ്ചിൽ വാള് വഹിക്കുന്ന അമ്മയാണ്, അപ്പനല്ല. മക്കളെക്കുറിച്ച് കൂടുതൽ വാള് വഹിക്കുന്നത് അമ്മയാണ്. ഹൃദയത്തിൽ വാൾ. 5 പഠിക്കുന്ന കുഞ്ഞ് 4:30 വന്നില്ലെങ്കിൽ അമ്മയുടെ നെഞ്ചിൽ വാൾ. എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചിനെ പിള്ളാരെപ്പിടുത്തക്കാർ കൊണ്ടുപോയോ? അപ്പം പറയും, ഇങ്ങോട്ട് വരുപടി, വരെ എവിടെ പോകാനായിട്ട. യുവത്വത്തിൽ കുഞ്ഞുങ്ങൾ വഴി പഴിച്ചു പോകുമോ? കെട്ടിയോൻ പറയും, അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോടി?
പെണ്ണിന് വയസ്സ് 29, കല്യാണം നടന്നില്ല. അമ്മയുടെ നെഞ്ചിൽ വാൾ, എൻ്റെ മോടെ കല്യാണം നടക്കാതെ പോവുമോ? അപ്പം പറയും, പെണ്ണായി പിറന്നവർക്കല്ല, ആണുണ്ടടി, ധൈര്യമായിട്ടിരിക്കുക. കെട്ടിച്ചു വിട്ടു, വർഷം 5 കഴിഞ്ഞു, മോള് പ്രസവിച്ചില്ല. അമ്മയുടെ നെഞ്ചിൽ വാൾ, എൻ്റെ കൊച്ചിന് പിള്ളേരില്ലാതെ പോവുമോ? അമ്മ എന്നും കുഞ്ഞിനെക്കുറിച്ച് നെഞ്ചിൽ വാള് വഹിക്കുമ്പോൾ അപ്പനും കുടിച്ചിട്ട് വാളും വെച്ചോണ്ട് നടക്കും. ഇതാണ് അപ്പനും അമ്മയുടെ വ്യത്യാസം. ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. അതിന് നടുവിൽ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. നസറത്തിൽ പറഞ്ഞ വാക്ക് കാൽവരി ക്രൂശിന്റെ ചുവട്ടിലും പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്നെ എൻ്റെ ഇഷ്ടം നിന്നിലും എന്നിലും എൻ്റെ മകനിലും നിറവേറട്ടെ. സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അമ്മയായിരുന്നു പരിശുദ്ധ മറിയം. 5ാമത് മറിയം ആനന്ദിച്ചതിൻ്റെ 5ാമത്തെ കാരണം ലൂക്കോസ് വിശേഷകൻ പറയുന്നു, 2-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചപ്പോൾ അമ്മ ആനന്ദിച്ചു. നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചപ്പോൾ അമ്മ ആനന്ദിച്ചു. നമ്മൾ കാണുന്നു, 12-ാം വയസ്സിൽ യേശുവിനെ 3 നാൾ കാണാതെ പോയി. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ 3 വലിയ അക്കമാണ്. 3-ാം ദിവസം ഉയർപ്പ്, 3-ാം ദിവസം കാനായിൽ അത്ഭുതം, 3 ശിഷ്യന്മാർ കൂടെ നടന്നു. തന്നെയുമല്ല, 12-ാം വയസ്സിലും ജീവിതാന്ത്യത്തിലും 3ന്റെ അക്കം. 12-ാം വയസ്സിൽ 3 നാൾ കാണാതെ പോയവനെ ജീവിതാന്ത്യത്തിലും 3 നാൾ കണ്ടില്ല. ഗുഡ് ഫ്രൈഡേ, ഹോളി സാറ്റർഡേ, ഈസ്റ്റർ വരെ. വെള്ളി, ശനി, ഞായർ 3 നാൾ കണ്ടില്ല. 3-ാം നാളിൽ ദേവാലയത്തിൽ കണ്ടുപിടിച്ചതുപോലെ 3-ാം ദിവസം ഉച്ചതന്നെ കണ്ടുപിടിച്ച ശിഷ്യ സമൂഹം. അമ്മ ഏറ്റവും വേദനിച്ചത് ക്രിസ്തുവിനെ കാണാതെ പോയ 3 ദിവസങ്ങൾ. മതമൂല്യങ്ങളും പരിശുദ്ധ പാരമ്പര്യങ്ങളും കളയാതെ സൂക്ഷിച്ച ഔസേപ്പും മറിയവും 12 വയസ്സ് വരെ ബാലനെ നസറത്തിലെ സിനഗോഗിൽ ബൈബിൾ പഠിപ്പിച്ചു. 12 വയസ്സിലേക്ക് കയറുമ്പോൾ പഠിച്ചത് ശരിയാണോ എന്ന് ജെറുസലേമിലെ ദേവാലയത്തിലെ പണ്ഡിതന്മാരെ പറഞ്ഞു കേൾപ്പിക്കണം. അവിടെ ചെന്നു മുതിർന്നവർ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും. ആർക്കും ആരെയും തെരഞ്ഞു പിടിക്കാൻ പറ്റിയല്ല. ഒരു പകൽക്കാലം നടന്നപ്പോൾ ഒരു 4 കവലയിലെത്തി വൈകിട്ട് 6 മണിക്ക്. ആ സമയത്ത് ഉറ്റവരെയും ഉടയവരെയും എല്ലാവരും തേടി പിടിക്കും. അന്നത്തെ നിയമത്തിൽ യഹൂദൻ 12 പൂർത്തിയായാൽ യുവാവാണ്, അപ്പനോടെ നടക്കണം ആണുങ്ങളുടെ കൂട്ടത്തിൽ. 12-ന് മുമ്പാണോ പെണ്ണുങ്ങളുടെ കൂടെ, അമ്മയുടെ കൂടെ. 12-ാം വയസ്സിലാണോ ഏത് കൂട്ടത്തിലും നടക്കാം. 12-ാം വയസ്സിലാണ് ജോസഫ് കരുതി മേരിയുടെ കൂടെ, മേരി കരുതി ജോസഫിൻ്റെ കൂടെ. 2 കൂട്ടത്തിലും കണ്ടില്ല. ഇന്നാണ് വഴക്കിന് നല്ല വകുപ്പ്. മറിയം പറയും, എന്നാ ഇളക്കമായിരുന്നുള്ളൂ, മോനെ കൊണ്ടുപോകാൻ തപ്പിപ്പിടിച്ചുകൊണ്ടുപോവാൻ. സെൻറ്റ് ജോസഫ് പറയും, നീയല്ലേ പെറ്റത്, പെറ്റവളാ പോറ്റേണ്ടത്. ഒരു വഴക്കുമില്ല. ഇന്ന് കുടുംബത്തിൽ മക്കൾ നല്ലതാണോ, കിട്ടിയവൻ പറയും എൻ്റേതാ, അതിൻ്റെ പകുത്ത. അല്പം മോശമാണോ, നീയല്ലേ പെറ്റത്, അതിൻ്റെ കുഴപ്പമാണ്. ഇവിടെ ഇല്ല. നല്ലതാണെങ്കിലും മോശമാണ്, രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. 3-ാം ദിവസം കണ്ടു കിട്ടി. 1-ാം ദിവസം നടന്നു, വൈകിട്ട് 6 മണിക്ക് ഒരിടത്തെത്തി. 2-ാം ദിവസം നടക്കാൻ അനുവാദം രാവിലെ 6 മണി മുതലേ ഉള്ളൂ. 6 മണിക്ക് നടന്നു, വൈകിട്ട് 6 ആയപ്പോൾ ദേവാലയത്തിനടുത്തെത്തി. പക്ഷെ ദേവാലയം 6 ആയപ്പോൾ പൂട്ടിപ്പോയി. 3-ാം ദിവസം ദേവാലയത്തിൽ പ്രവേശിച്ചു, മോനെയും കൂട്ടിക്കൊണ്ട് പോന്നു. മാതാവും യൗസേപ്പും കൂടി വഴക്കുണ്ടാക്കിയതായി ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ തമ്മിൽ വലിയ വഴക്കുണ്ടായിന്ന് ഈയിടെ മനോരമ, മാതൃഭൂമി, മംഗളം, ദീപിക പത്രങ്ങളിൽ ഒരു വലിയ വാർത്ത. എവിടെ വെച്ചാണ്? മാവേലിക്കര ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഇവരുടെ വഴക്ക്. എന്താണ് വഴക്ക്? ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു. എന്താണ് വാർത്ത? ഇത് വണ്ടിക്കാരുടെ വഴക്കാണ്. ഇവരിന് വഴക്കൊന്നുമില്ല. നമ്മളെല്ലാം വണ്ടിയുടെ പേരങ്ങനല്ലേ. ഈയിടെ ചങ്ങനാശ്ശേരി കൂടെ ബസ്സിൽ പോകുമ്പം ഒരു അനൗൺസ്മെൻറ്റ്, അൽഫോൻസായെ മുട്ടാത്ത വിധം സെൻറ് തോമസ് മാറിക്കിടക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. തൊടുപുഴയിൽ വൈകുന്നേരം 4 മണിക്ക് കേൾക്കാം, ദയവ് ചെയ്ത് ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. എന്തെല്ലാം വണ്ടികളാണ്. ഏറ്റവും രസമുള്ള വണ്ടി പാലായില്ല. വൈകുന്നേരം 4:30 2 ബസ്സുകൾ പാലായിൽ നിന്ന് പുറപ്പെടും. ഒന്ന് പാല, കുറവലങ്ങാട്, കുറുപ്പന്തറ, തലയോലപ്പുറം വഴി വൈക്കം പോകുന്ന ബസ് ചിലങ്ക ട്രാവൽസ്. മറ്റൊരു ബസ് പാല, മരങ്ങാട്ടുപള്ളി, കുറവലങ്ങാട്, കുറുപ്പന്തറ വഴി കല്ലറ എന്ന സ്ഥലമുണ്ട്. ആ ബസ്സിൻ്റെ പേര് ജീവൻ ട്രാവൽസ്. 4 അനൗൺസ്മെന്റ് കേൾക്കാം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ജീവൻ പോവുകയാണ്, കല്ലറയിലേക്കുള്ളവർ കടന്നു വരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെയാണ് സെൻറ്റ് ജോസഫ് കയറി സെൻറ്റ് മേരിക്കിട്ട് ഇടിച്ചു. മാതാവ് ഏറ്റവും വേദനിച്ചത് ക്രിസ്തുവിനെ കാണാതെ പോയ 3 ദിവസങ്ങൾ. ഏറ്റവും ആനന്ദിച്ചത് കണ്ടുകിട്ടിയ 3-ാം ദിവസം. പ്രിയ സഹോദരിമാരെ, 8 നോമ്പിന് ഒരുങ്ങുമ്പോൾ, മർത്താമറിയം സമൂഹം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആത്മശോധന നടത്തുക. ക്രിസ്തു ഇറങ്ങിപ്പോയ വീടാണോ എൻ്റെ വീട്? എങ്കിൽ തിരിച്ചു വിളിക്കണം.
അതിനാണ് 8 നോമ്പ്. അവിടെ നമ്മൾ ആനന്ദിക്കും. വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കടമ ആർക്കാണ്? അമ്മയ്ക്കാണ്. സന്ധ്യാപ്രാർത്ഥന നിന്നുപോയോ? തുടങ്ങണം. വിശുദ്ധ കുർബാന നിന്നുപോയോ? തുടങ്ങണം. വിശുദ്ധ കുമ്പസാരം നിന്നുപോയോ? തുടങ്ങണം. വേദപുസ്തകവായന നടന്നു നീങ്ങിപ്പോയോ? തുടങ്ങണം. നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം. അതിൻ്റെ ഓർമ്മ അത് ചെയ്യേണ്ടത് സ്ത്രീയാണ്. പീലാത്തോസ് യേശുവിനെ വിധിക്കാനൊരുങ്ങുമ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദമുയർന്നു, ഭാര്യ ക്ലൗഡിയ. അവൾ പറഞ്ഞു, അവനെ കൊല്ലരുത്, ആ നീതിമാനെ കൊല്ലരുത്. ഓരോ വീട്ടിലെ അമ്മ ഒരു ക്ലോഡിയായ. ഓരോ അമ്മയും പറയണം, കെട്ടിയവനോട് പ്രാർത്ഥന വേണം, കർത്താവിനെ ഇല്ലാതാക്കരുത്, അവനെ കൊല്ലരുത്, കുടുംബത്തിൽ ഈശോയെ കൊണ്ടുവരണം. മക്കളോട് പറയണം, എത്ര മിടുക്കരാണേലും നിങ്ങൾ ഓടി നടക്കുമ്പോഴും കുർബാനയ്ക്ക് പോകണം, കുമ്പസാരിക്കണം, പ്രാർത്ഥിക്കണം, സഭയോട് ചേർന്ന് നിൽക്കണം, അവനെ കൊല്ലരുത്. ക്രിസ്തു മരിക്കാൻ ഇടയാകരുത്. ക്രിസ്തു കുടുംബത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുള്ള ജീവിതങ്ങളായി നമ്മുടെ ജീവിതം മാറട്ടെ. സിയോനിലെ നിത്യകന്യകയും ജന്മപാപമില്ലാത്ത ജനിച്ചുള്ളതായ പരിശുദ്ധ അമ്മ ഈ അമ്മയുടെ ജന്മദിനത്തിന് ഒരുങ്ങുന്ന നാളുകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. തമ്പുരാനിൽ നിന്നും മധ്യസ്ഥം യാചിക്കട്ടെ. നല്ലവനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ സംഘടനയും ഒത്തുവരവിനെയും സമൃദ്ധമായി ആശീർവദിക്കട്ടെ. ആമേൻ.